പ്ലാറ്റ്ഫോം ആണിത്. ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇതിൽ കാണാം വിന്നിംഗ് ടീം എന്ന് പറയുന്നത് ദ ടീം ഓഫ് ചാമ്പ്യൻസ്. ഈ ഒരു ബിസിനസ്സിൽ ഇന്ത്യ ലെവലില് ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെയും നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രീ ആയിട്ട് വിന്നിംഗ് ടീമാണ്. ഇതൊരു ഓർഗനൈസേഷൻ ആണ്. കുറെ ഫാമിലീസിനെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ലെവലിലേക്ക്, ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കുന്ന ലെവലിലേക്ക് എത്തിച്ച ഒരു ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെയും കൊടുത്ത ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വിന്നിംഗ് ടീമാണ്. നമ്മളൊക്കെയും വിന്നിംഗ് ടീമിന്റെ അണ്ടറിലാണ് ഇതിൽ വർക്ക് ചെയ്യുന്നുള്ളത്. നമുക്ക് നെക്സ്റ്റ് ഇതിൽ കാണാം കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. അപ്പൊ നമ്മള് ജനിച്ച ഒരു അല്ലെ, നമ്മളൊരു ചൈൽഡ്ഹുഡ് ഡേയ്സ് മുതൽ തന്നെ നമ്മൾ എല്ലാവരും ഓരോരോ എന്തായാലും നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന, നമുക്കറിയാം ചെറിയൊരു കുട്ടിക്ക് പോലും നമ്മൾ പലതരത്തിന്റെ കമ്പനിന്റെ പ്രോഡക്റ്റുകൾ പോലും ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതില് നമ്മൾ ആ ഒരു കാലഘട്ടം മുതൽ ഇന്ന് വരെയും നമ്മൾ കുറേ പ്രോഡക്റ്റുകൾ കൺസ്യൂം ചെയ്യുന്ന കസ്റ്റമറാണ്. അതിൽ നമ്മൾക്ക് പ്രോഫിറ്റ് ആയിരുന്നു നമ്മൾക്കൊന്നും കിട്ടാറില്ല. ജസ്റ്റ് യൂസിങ് എ ആസ് എ കൺസ്യൂമിങ് എ പ്രോഡക്റ്റ്, അത്ര മാത്രം. അപ്പൊ ഇതില് ഈ ഒരു കമ്പനി നമ്മൾക്ക് തരുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മളെ കസ്റ്റമറായ നമ്മളെ എംപവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. അതെങ്ങനെയാണെന്ന് മുമ്പോട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോ ഇതിൽ കാണാം ഡ്രീംസ്. ഓരോരാൾക്ക് ഉള്ള ഡ്രീംസുകൾ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ചില ആൾക്കാർക്ക് നല്ല വീട്, ഒരു ലാക്ഷറി ഹോം ആയിരിക്കാം, ലാക്ഷറി വണ്ടി ആയിരിക്കാം, കുറെ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കണം, മക്കൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, ഫോറിനിലൊക്കെ വിട്ട് പഠിപ്പിക്കണം. അതുപോലെ തന്നെ ജുവലറീസ്, വേൾഡ് അറൗണ്ട്. ചില ആൾക്കാർക്ക് വേറെ ഒന്നുമില്ല, ഏറ്റവും കൂടുതൽ ട്രാവലിംഗ് ആയിരിക്കും ഇഷ്ടം. അപ്പം ഈ എല്ലാ ഇത് ഓരോരാളുടെ ഡ്രീംസ് ആണ്. ബട്ട് ഡിഫറെന്റ് ഡ്രീംസ് ആണ്, എല്ലാവരും ഒരു ഡ്രീംസ് ആയിരിക്കില്ല. അപ്പൊ ഈ നമ്മളൊരു ഡ്രീംസിനൊക്കെ നമുക്ക് ഒന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്ലൈഡാണിത്. നെക്സ്റ്റ്, നമ്മളിപ്പം ഈ ഒരു വർഷങ്ങളോളം എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാർ നമ്മളെ ജീവിതത്തില് നമ്മളെ ഒരു ബേസിക് നീഡ്സ് മാത്രമേ നമുക്ക് അതിലൂടെ നമുക്ക് എന്താ നമുക്കൊരു ഫുൾഫിൽ ചെയ്ത് പോവാൻ പറ്റുള്ളൂ. ജോബ് ക്യാൻ ഓൺലി ഫുൾഫിൽ നീഡ്സ്, ജസ്റ്റ് ബേസിക് നീഡ്സ്. ഇപ്പം കുറെ വർഷങ്ങൾ നമ്മൾ വർക്ക് ചെയ്ത് പിന്നെ നമ്മൾ എല്ലാവരും നമ്മൾക്കൊരു ഒരു ലൈഫ് ഡ്രീമിലേക്ക് നമ്മൾ എത്താതെ ആവുന്ന സമയത്ത് പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് നെക്സ്റ്റ് ലെവൽ എന്താ, ബിസിനസ് ആണ് അല്ലെ. എല്ലാവരും ചെയ്യുന്നതാണ്. ബിസിനസ്സിലേക്ക് നമുക്കൊന്ന് നോക്കാം. കുറെ വർഷങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നോർമലി വരുന്ന ഒരു തോട്ട് ഫോം ആണ് അത്. പിന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമ്മൾക്ക് എന്താ വേണ്ടത്? സ്റ്റാർട്ടിങ് നമുക്ക് ഒരു ആർക്കായാലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കുറെ ലാക്സ് അല്ലെങ്കിൽ ക്രോർസ് നമുക്ക് ഫണ്ട് വേണം, ഇൻവെസ്റ്റ്മെന്റ് വേണം. ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഒരു ബിസിനസ്സിലേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ലോൺസ് ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് കടന്നുപോയി അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ നമുക്കൊരു ഹൈ റിസ്ക് എന്ന് പറയുന്നത് എന്നും ബിസിനസ്സിൽ ഉണ്ടാവും. 3-4 വർഷമൊക്കെ ആവണം ഒരു കമ്പനിയിൽ ഒരു എന്താ പുതിയതായ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം നമ്മൾ ബിൽഡ് ചെയ്ത് അതിൽ നിന്നൊരു പ്രോഫിറ്റ് ഒക്കെ നമുക്ക് കിട്ടി തുടങ്ങണമെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ ഉണ്ടാവും. ബിസിനസ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ ഉണ്ടാവും. കോമ്പറ്റീഷൻ ഇല്ലാതൊരു മേഖലയല്ല ഇത്. എന്നും ബിസിനസ്സിൽ കോമ്പറ്റീഷൻ ഉണ്ട്. അത് മാത്രല്ല ഹൈ റിസ്ക് ഉണ്ട്. ലോൺസും കുറെ ഇതൊക്കെ നമ്മൾ എടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റെതായ ടെൻഷൻസും നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ബിസിനസ് ചെയ്ത ആൾക്കാർക്ക് അത് നല്ലപോലെ അറിയാം. അത് റിലേറ്റഡ് ആയിട്ട് പിന്നെ നമ്മൾക്ക് നെക്സ്റ്റ് വരുന്നത് എന്താ, നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും, വിഷമങ്ങൾ ഉണ്ടാവും. അത് റിലേറ്റഡ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവും. BP ഷുഗർ ഒക്കെ നോർമലി ഇത് റിലേറ്റഡ് ആയിട്ട് വരാനും സാധ്യതയുണ്ട്. ഓക്കെ. പിന്നെ എന്ത് ചെയ്യാം ഇപ്പൊ ഇതില് നമ്മൾക്ക് ഈ ഒരു ഇതില് CEO ചേഞ്ച് യുവർ ഷോപ്പ്, നമുക്ക് വെറും ഒരു ഷോപ്പിംഗ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റും. ആർക്കും ഇതിലേക്ക് കടന്നു വരാൻ പറ്റും. നമ്മൾക്ക് ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, സീറോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് റിസ്ക് ഇല്ല, നോ റിസ്ക്. കോമ്പറ്റീഷനും ഇല്ല, നോ ടെൻഷൻ. അത് മാത്രമല്ല എക്സ്പേർട്ട് ടീമിന്റെ സപ്പോർട്ട് ഗൈഡ് ലൈൻസ് നമുക്ക് ഈ ഒരു ബിസിനസ് മേഖലയിൽ ഇന്നും നമ്മൾക്ക് ഉണ്ടാവും. നമ്മളൊരു ദിവസത്തിൽ ഒരു 2-3 മണിക്കൂർ നമ്മൾ അനാവശ്യമായി നമ്മൾ കളയുന്ന ഒരു സമയം. ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും സോഷ്യൽ മീഡിയയിലാണ് കൂടുതലായിട്ട് നമ്മൾ നോക്കി സമയം കളയുന്നത്. ആ ഒരു സമയത്തിനെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്കൊരു പാർട്ട് ടൈം ആയിട്ട് അല്ലെങ്കിൽ ഫുൾ ടൈം ആയിട്ട് എങ്ങനെ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു 2 to 3 അവർ നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 1-2 വർഷമൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ ഇൻകം എന്ന് പറയുന്നത് നമുക്കൊരു ലക്ഷത്തിലേക്കും പെർ മന്ത് എത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. ഇതിപ്പോ ഇതിൽ കാണാം നമ്മൾക്ക് നമ്മൾക്കൊരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റമില് ഒരു മാനുഫാക്ചറിങ് പ്ലാന്റിന്ന് കുറേ മീഡിയേറ്റേഴ്സ് ത്രൂ ആണ്
കസ്റ്റമറായ നമ്മളിലേക്ക് പ്രോഡക്റ്റ് എത്തുക. അപ്പൊ അതിലൊരു കമ്പനീന്റെ 40% പ്രോഫിറ്റ് മതി അതിന്റെ ഡെവലപ്മെന്റിന്. ബാക്കി ഇത് എന്താ ചെയ്യുക? 60% മീഡിയേറ്റേഴ്സിന് ഈ കമ്പനി സ്പെൻഡ് ചെയ്യും. അതിൽ CF ഏജന്റ് ഉണ്ടാവും, ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, ഹോൾസെയിലർ ഉണ്ടാവും, റീറ്റെയിലർ ഉണ്ടാവും, അഡ്വർടൈസ്മെന്റ് കമ്പനീസ് ഉണ്ടാവും. നമുക്കറിയാം ഓരോ പ്രോഡക്റ്റ് നമ്മളെ കയ്യിൽ എത്തുന്ന പ്രോഡക്റ്റുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ അട്രാക്ട് ആയിട്ട് പോകുന്നതെന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ് നോക്കിയിട്ട് ഫിലിം ആക്ടേഴ്സ് ഒക്കെ അവർ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. അപ്പൊ കമ്പനികൾ കോടികൾ ഇവർക്ക് കൊടുത്തിട്ടാണ് ഇവര് പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് നമ്മളെ കയ്യിലേക്ക് എത്തുന്നത്. അല്ലെ? ഇതിൽ നമുക്ക് എന്താ നമ്മൾക്ക് ലാഭമുള്ളത്? ലാഭമൊന്നും നമുക്കൊന്നുമില്ല. ഇതിലുള്ള ഒരു ഇൻകം ഒക്കെ കിട്ടുന്നത് ഈ മീഡിയേറ്റേഴ്സ് ഈ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ്. അപ്പൊ ഇതിൽ നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു സിസ്റ്റമിലേക്ക് വരുമ്പോ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ആരും ഓടണ്ട. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കമ്പനിയിൽ നമ്മൾക്ക് സെല് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. മറ്റൊരു വേർഡ് പറഞ്ഞ് നമുക്ക് ഹോൾസെയിൽ ആയിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് നമ്മൾ പറയാറില്ലേ? എന്ത് ഇപ്പൊ ഒരു ഡ്രസ്സിൻ്റെതാണെങ്കിലും ഇപ്പൊ എന്താണെങ്കിലും നമ്മളിപ്പം പറയും, ഓ ഹോൾസെയിൽ ആയിട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് ഒരു മീഡിയേറ്ററിൽ നിന്ന് ത്രോ എടുക്കും. പിന്നെ അതിൽ ലാഭമില്ല എന്ന് കാണുമ്പോൾ നമ്മൾ പിന്നെ തേടി പോകുന്നത് അതിന്റെ മെയിൻ സോഴ്സ് എവിടെയാ, ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുമോ? അല്ലെ? നമ്മൾ അങ്ങനെയാ പോകുന്നത്. അത് തന്നെയാണ് ഇവിടെയും. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ കമ്പനി ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾക്കാണ് പ്രോഡക്റ്റ് തരുന്നത്. ഇതിൽ ഒരു മീഡിയേറ്റേഴ്സും ഇല്ല. കമ്പനി 60% പ്രോഫിറ്റ് കസ്റ്റമറായ നമ്മൾക്ക് തന്നെ തിരിച്ചു തരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ അഡ്വർടൈസ്മെന്റ് കമ്പനീസ് ഇല്ല എന്ന് പറഞ്ഞാല് മെയിൻലി ഈ ഒരു കമ്പനീന്റെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലെവൽ ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ്. ക്വാളിറ്റി പ്രോഡക്ട്സിന് അഡ്വർടൈസ്മെന്റ് ആവശ്യമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ കുറെ കമ്പനികൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാല് അത് ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് ആണ്. അപ്പം അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ 60% പ്രോഫിറ്റ് നമ്മളെ കയ്യിൽ കിട്ടുന്നത് 9 തരത്തിലുള്ള ഇൻകമിലൂടെയാണ്. അതെങ്ങനെയെന്ന് നെക്സ്റ്റ് പറഞ്ഞു തരാം. അപ്പൊ ഇതിൽ നമുക്ക് കാണാം ഈ ഇരിക്കുന്ന ആള് ഗൗതം ബാലി കമ്പനീന്റെ ഓണർ ആണ്. ദീപക് സൂദും കൺവർ ബീർ സിംഗും നമ്മളെ കോ പാർട്ട്നേഴ്സ് ആണ് കമ്പനീന്റെ. അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷനിൽ നമ്മളെ കമ്പനീനെ നോക്കുമ്പോൾ നമ്മൾക്ക് 2004 2 ഓഫീസും 10 പ്രോഡക്റ്റും 6 ഡിസ്ട്രിബ്യൂട്ടേഴ്സും തുടങ്ങി ഈ ഒരു കമ്പനി 21 വർഷം കംപ്ലീറ്റ് ആയി. ജൂൺ ആകുമ്പോൾ 22 ഇയറിലേക്കാണ് കിടക്കുന്നത്. 5000 ഓഫീസും 5000+ ഓഫീസേഴ്സ് ഇപ്പൊ കമ്പനിക്ക് ഉണ്ട്. 450 സ്വന്തം പ്രോഡക്റ്റ് ഉള്ള കമ്പനിയാണ്. 5 കോടിനേക്കാൾ കൂടുതൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ പ്രസൻസിൽ UAE, സൗദി അറേബ്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, ഗാന, ഫിലിപ്പീൻസ്, ഐവറി കോസ്റ്റ്, തായ്ലാന്റ് ഇത്രയൊക്കെ കൺട്രീസിലേക്ക് ഈ ഒരു ബിസിനസ് സ്പ്രെഡ് ആയിട്ടുണ്ട്. 2030 എത്തുമ്പോൾ കമ്പനി ഇനിയും കുറെ കൺട്രീസിലേക്ക് ഇത് സ്പ്രെഡായി പോകുന്ന ഒരു വിഷനിലാണ് വർക്ക് ചെയ്യുന്നുള്ളത്. അപ്പൊ നമ്മളെ കമ്പനിക്ക് കിട്ടിയ അങ്ങനത്തെ അവാർഡ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക്, 30th റാങ്കിങ്, ഗ്ലോബൽ 100 അവാർഡ്, നാഷണൽ ബെസ്റ്റ് എംപ്ലോയർ അവാർഡ്, ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ ഓഫ് ദ കമ്പനി അവാർഡ്, മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ്, ഇതൊക്കെയാണ് നമ്മളെ കമ്പനി കിട്ടിയ അങ്ങനത്തെ അവാർഡുകൾ. എല്ലാ പ്രോഡക്റ്റുകളും ഹലാൽ സർട്ടിഫൈഡ് പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് അറബ് കൺട്രീസിൽ പോലും ഈ ഒരു ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുള്ളത്. അവർ പ്രോഡക്ട്സ് കാറ്റഗറിയിൽ നോക്കുമ്പോൾ വെസ്റ്റേജ് പ്രൈം, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്, പ്രോ ഹാർട്ട്, ജോയിന്റ്സ് ആൻഡ് ബോൺസ് ഹെൽത്ത്, ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ്, ഗ്ലിസമിക് ഹെൽത്ത്, ഡിറ്റോക്സ് ആൻഡ് റിജുവിനേഷൻ, വുമൻസ് ഹെൽത്ത്, ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ പ്രോഡക്ട്സ്, ആയുഷ് ആൻഡ് ഹെൽത്ത് ഫുഡ്, ഷാർക്ക് പ്രോഡക്ട്സ്, ഓറൽ കെയർ, വുമൻ ഹൈജീൻ പ്രോഡക്ട്സ്, ഹോം കെയർ, എഗ്രി പ്രോഡക്ട്സ്, മെൻസ് ഗ്രൂമിംഗ്, കളർ കോസ്മെറ്റിക്സ്, സ്കിൻ ഫോർമുല 9, ഇതൊക്കെയാണ് നമ്മളെ പ്രോഡക്റ്റ് കാറ്റഗറീസ്. അപ്പൊ ഇതില് കുറച്ച് പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഇതിൽ കാണാം. നമ്മുടെ ഡെയിലി നിത്യോപയോഗത്തിലുള്ള സോപ്പ് മുതലുള്ള പ്രോഡക്റ്റുകൾ കമ്പനി നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്സ് ആണ് ഇനിയിപ്പോ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഇതിലിപ്പോ കുറച്ച് പ്രോഡക്ട്സ് മാത്രമേ ജസ്റ്റ് ഒന്ന് കാട്ടിച്ചിട്ടുള്ളൂ. നമ്മൾക്ക് 50% ഡിസ്കൗണ്ടിലാണ് കമ്പനി നമുക്ക് പ്രോഡക്റ്റ് തരുന്നുള്ളത്. അതില് ഫസ്റ്റ് തന്നെ 10 to 20% ഡിസ്കൗണ്ട് നമ്മൾ കിട്ടുന്നുണ്ട്. MRP 120ന്റെ പ്രോഡക്റ്റ് നമ്മൾക്ക് കിട്ടുന്നത് 100-നാണ്. അതാണ് ഈ 10 to 20%. ക്യാഷ് ബാക്ക് 5 to 16% ഉണ്ട്. ഇപ്പൊ നമ്മൾ ഓരോ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആ വാങ്ങുന്ന പോയിന്റിനനുസരിച്ചിട്ട് നമുക്ക് ക്യാഷ് ബാക്ക് നമ്മൾക്ക് കമ്പനി തരുന്നുണ്ട്. ഫ്രീ പ്രോഡക്ട്സ് 10% കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ CNC ബെനിഫിറ്റ്, ഇപ്പൊ നമ്മൾ ഒരു ഇതിൽ എല്ലാ പ്രോഡക്റ്റുകളും ഇന്റർനാഷണൽ ലെവലിലായതുകൊണ്ട് പോയിന്റ് വാല്യൂലാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു 100 നിർബന്ധമൊന്നുമല്ല, 100 PVന്റെ കൺസിസ്റ്റൻസി ചെയ്യുന്ന ഒരാൾക്ക് കണ്ടിന്യൂസ് 4 മാസം ചെയ്യുമ്പോൾ 5-ാം മാസം
MRP റേറ്റ് 3000 ഒരു 3500ന്റെ പ്രോഡക്റ്റുകൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ പ്രോഡക്റ്റ് ഗ്യാരണ്ടിയിൽ നമുക്ക് 100% ഗ്യാരണ്ടി പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്ന കൺസ്യൂമർ ബെനിഫിറ്റ്. 50% ആണ് നമുക്ക് ടോട്ടൽ കൺസ്യൂമർ ബെനിഫിറ്റിൽ നമുക്ക് കിട്ടുന്നുള്ളത്. മീൻസ് ഹോൾസെയിൽ പ്രൈസിലാണ് കിട്ടുന്നുള്ളത്. ഇപ്പൊ ഇതിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചേഞ്ച് യുവർ ഷോപ്പ് ടു വെസ്റ്റീജ്. നിങ്ങൾ ഇതുവരെയും നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കുറെ പ്രോഡക്റ്റുകൾ ഇവിടെ നമ്മൾക്ക് കമ്പനി തരുന്നുണ്ട്. ആ പ്രോഡക്റ്റിന്റെ ജസ്റ്റ് അതിന്റെ ഒരു ഷോപ്പിംഗ് ഈ ഒരു കമ്പനിയിലേക്ക് മാറ്റുക. പ്രോഡക്റ്റ് ഉപയോഗിച്ച് നോക്കുക. പ്രോഡക്റ്റ് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിനെ വേറൊരാൾക്ക് ഇത് ഷെയർ ചെയ്യാൻ പറ്റും. ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഓക്കെ. ഇപ്പം നമ്മളിപ്പോ ഈ ഒരു ബിസിനസ് ഞങ്ങൾ വന്ന സമയത്ത് നമ്മൾക്ക് കുറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു യുഎയിലാണ് കുറെ വർഷങ്ങളായിട്ട് ഞങ്ങളിവിടെ താമസിക്കുകയാണ്. അപ്പൊ ആ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന സമയത്ത് പ്രോഡക്റ്റ് ഉപയോഗിച്ച് നോക്കി. ഇതൊക്കെ ഹെൽത്ത് പ്രോഡക്ട്സ് ആണ്, മെഡിസിൻ അല്ല, ന്യൂട്രീഷൻ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് നോക്കിയ സമയത്ത് അതിൽ നമ്മളെ ആരോഗ്യത്തിലായ ഇമ്പ്രൂവ്മെന്റിൽ നമ്മൾ ഈ ഒരു ബിസിനസ് കുറച്ച് പേരിലേക്ക് നമ്മൾ ഷെയർ ചെയ്തു. എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. നമ്മളിപ്പോ എന്ത് നല്ലൊരു സംഭവം ഒരു മൂവി നോക്കിയാലും അല്ലെങ്കിൽ നമ്മ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയാലും എന്തായാലും നമ്മ പറയും, ഓക്കെ ഇത് നല്ല ഈ ഒരു ഇത് നല്ല ഉണ്ട്, നമുക്ക് ബാക്കിയുള്ള ഫ്രണ്ട്സുമാർക്ക് നമ്മ ഉറപ്പായിട്ട് ഷെയർ ചെയ്യില്ലേ. അതേപോലെ തന്നെ ജസ്റ്റ് ഷെയർ ദ എക്സ്പീരിയൻസ്. അങ്ങനെ നമ്മൾ ഈ ഒരു ബിസിനസ് ഷെയർ ചെയ്തു. ഇന്ന് ഈ ഒരു ബിസിനസ് അത് സ്പ്രെഡായി പോയി വലിയൊരു ലെവലിലേക്ക് ഒരു എന്താ ഒരു കസ്റ്റമർ ക്രിയേഷനും ലീഡർഷിപ്പ് ക്രിയേഷനിലേക്ക് നമ്മളെ ബിസിനസ് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതില് 9 തരത്തിലുള്ള ഇൻകം ആണ് നമുക്ക് കിട്ടുന്നുള്ളത്. സേവിംഗ് ഓൺ കൺസപ്ഷൻ 10 to 20%, accumulative performance bonus 5 to 16%, director bonus 15%, team building bonus 3%, leadership overriding bonus 18%, travel fund 3%, car fund 5%, house fund 3%, elect club bonus 2%. ഇത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മള് ഫസ്റ്റ് ഇതിലെല്ലാം ഞാൻ പറഞ്ഞു പ്രോഡക്റ്റുകൾ പോയിന്റ് വാല്യൂലാണ് കൺസിഡർ ചെയ്യുന്നുള്ളത്. അപ്പം നമ്മളിപ്പം ഈ ഒരു ബിസിനസ്സിൽ ഒരു 5500 പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്ത് നമ്മൾ എത്തുന്ന സമയത്ത് നമ്മൾക്ക് ഡയറക്ടർ ബോണസ് അതുപോലെ തന്നെ ടീം ബിൽഡിംഗ് ബോണസ് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് പ്രൊമോഷൻ ബ്രോൺസ് ഡയറക്ടർ എന്ന ലെവലിലേക്കാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ എത്തുന്നത്. നമ്മൾ ജോയിൻ ചെയ്ത് നമ്മൾ താഴെ വന്ന ഒരാളെ ഇതുപോലെ നമ്മൾ അവരെ ഒരാളെ ബ്രോൺസ് ഡയറക്ടർ ആക്കുന്ന സമയത്ത് സിൽവർ ഡയറക്ടർ എന്ന പിൻ ലെവലിലേക്ക് പോകും. ലീഡർഷിപ്പ് ഓവർറൈഡിംഗ് ബോണസും ട്രാവൽ ഫണ്ടാണ് നമ്മൾക്ക് ഇതിൽ സ്റ്റാർട്ട് ആകുന്നത്. ഏഷ്യൻ ട്രിപ്പാണ് ഇതിൽ ക്വാളിഫൈ ആവുന്നത് നമ്മൾ. സെക്കൻഡ്, നമ്മളെ താഴെ വന്ന് രണ്ടുപേര് നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുന്ന സമയത്ത് ഗോൾഡ് ഡയറക്ടർ എന്ന പിൻ ലെവലിലേക്ക് നമ്മൾ പോകും. 3 പേരെ ബ്രോൺസ് ഡയറക്ടർ ആക്കുമ്പോൾ സ്റ്റാർ ഡയറക്ടർ എന്ന പിൻ ലെവലിലേക്ക് പോകും. അപ്പൊ ഞാനും ഹസ്ബൻഡ് ഈ ഒരു ലെവലിലുള്ള നമുക്ക് എല്ലാ മാസവും കമ്പനി കാർ ഫണ്ട് നമ്മൾക്ക് ഇതിൽ തരുന്നുണ്ട്. ഇനി നമ്മളെ താഴെ വന്ന് 4 പേരെ ബ്രോൺസ് ഡയറക്ടർ ആക്കുന്ന സമയത്താണ് ഡയമണ്ട് ഡയറക്ടർ എന്ന പിൻ ലെവലിലേക്ക് നമ്മൾ പോകുന്നത്. ഇത് യൂറോപ്യൻ ട്രിപ്പ് ക്വാളിഫൈ ആവുന്ന അങ്ങനത്തെ ഒരു പിൻ ലെവൽ പ്രൊമോഷൻ ലെവലാണ്. ഇനി ഇതില് 6 പേരെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുന്ന സമയത്ത് നമ്മൾക്ക് ഹൗസ് ഫണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്പനി നമ്മൾക്ക് വീട് കെട്ടാനുള്ള ഒരു ഫണ്ട് നമുക്ക് ഇതിലൂടെ നമുക്ക് ഓപ്പൺ ചെയ്ത് തരികയാണ്. എല്ലാ മാസവും നമ്മൾക്ക് ഈ ഒരു ഫണ്ട് നമ്മൾക്ക് കിട്ടും. അതൊരു ലക്ഷറി ഹോമൊക്കെ നമുക്ക് കെട്ടാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഫണ്ട് എമൗണ്ട് ആയിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിലുള്ള ഈ എല്ലാം ആദ്യം പറഞ്ഞ ഈ എല്ലാ ഡ്രീംസ് ഇവിടെ വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് യാതൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഈക്വലി സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ഇന്ത്യയില് നമ്പർ 1 കമ്പനിയായ വെസ്റ്റീജ് മാർക്കറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മളെ മുമ്പിൽ നമ്മൾക്ക് ഈ ഒരു അവസരം നമ്മൾക്ക് നൽകി തരുന്നുണ്ട്. ഇതൊരു ചെറിയൊരു സംഭവമല്ല. കേൾക്കുമ്പോൾ തോന്നും ഇത് ഓക്കെ ഇതെന്താ ഇങ്ങനെ ഇതൊരു അത്ര ചില ആൾക്കാർക്ക് തോന്നും ഇത് അത്ര വലിയ സംഭവമൊന്നുമല്ല. ബട്ട് ഇത് വലിയ സംഭവമാണ്. കാരണം ഇപ്പം കേരളത്തില് ഈ ഫാമിലി റീയൂണിയൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസത്തെ ഫാമിലി റീയൂണിയന്റെ പ്രോഗ്രാം ഇത് ആദ്യമായിട്ടാണ് കേരളത്തിൽ നടക്കുന്നുള്ളത്. ഓക്കെ. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിന് ഞങ്ങൾ മുമ്പ് പോയത് ഹൈദരാബാദിലേക്കായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ പങ്കെടുത്തു. അപ്പൊ അതിൽ ഒരു 20,000 ആൾക്കാർ ഇന്ത്യ ലെവലില് വെസ്റ്റീജിന്റെ ടോപ്പസ്റ്റ് ഒരു ബിസിനസ് നടക്കുന്ന സ്ഥലം ഹൈദരാബാദാണ്. അപ്പൊ അവിടുത്തെ പ്രോഗ്രാമിനാണ് ഞങ്ങൾ പോയത്. അപ്പൊ അതിൽ കണ്ടതാണ് ഓരോ സ്റ്റേറ്റില് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആൾക്കാർ വന്നിട്ടാണ് ആ സ്റ്റേജിൽ 3 ദിവസം പെർഫോം ചെയ്തത്. നമ്മൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്.
അത് ഇപ്പൊ എല്ലാ സ്റ്റേറ്റിൽ ഈ ഈ ഒരു ബിസിനസ്സിൽ ടോപ്പസ്റ്റ് ഇൻകം എടുക്കുന്ന വെസ്റ്റീജില് 1,60,00,000 എടുക്കുന്ന സിദ്ധാർത്ഥ് സിംഗ് എന്ന് പറഞ്ഞ ഏഷ്യ തന്നെ ഡയറക്ട് സെല്ലിംഗിൽ ടോപ്പസ്റ്റ് ഇൻകം ഏർണറാണ്. അത് നമ്മളെ ഈ ഒരു കമ്പനിയിലാണ് ഉള്ളത്. അപ്പം ഇതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിലുണ്ട്. കേരളത്തിൽ തന്നെ ടോപ്പസ്റ്റ് ഇൻകം എടുക്കുന്ന ലേഡീസിൽ വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ ഒരു ലേഡി 8 lakh ആണ്. അതുപോലെ പെർ മന്ത് ഇൻകം ആണ് ഈ പറയുന്നത്. അതേപോലെ തന്നെ ഒരു 22 lakh എടുക്കുന്ന അച്ഛനും മകനും ഈ ഒരു ഇതിലുണ്ട്. അതിൽ ടോപ്പസ്റ്റ് ഇന്നത്തെ ഈ ഒരു ദിവസം DUCD ലെവലിൽ അവര് ഈ ഒരു എറണാകുളത്തെ പ്രോഗ്രാമിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ചെറിയൊരു ബിസിനസ് അല്ല. നമ്മളൊരു ഒരു ജോയിൻ ചെയ്ത് ഒരു 5 to 10 year നമ്മൾ ഇതൊരു പ്രോജക്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫാമിലിനെ കൂടി സെക്യൂർ ചെയ്യുന്ന ബിസിനസ്സാണ്. നമ്മളെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് നമ്മളെ മക്കളിലേക്ക് നമുക്കിത് കൈമാറി കൊടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. നമ്മൾ പ്രൈവറ്റ് ഓർഗനൈസേഷനിലോ ഗവൺമെന്റിലോ എവിടെയായാലും നമുക്ക് ഒരു ഒരു എന്താ നമ്മൾ എത്ര ടാലന്റഡ് ആയ ഒരു വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആയാൽ പോലും നമ്മളെ ഫാമിലിക്ക് ഇതൊന്നും നമുക്ക് സെക്യൂർ ചെയ്ത് കൊടുക്കാൻ പറ്റൂല. ബട്ട് ഇവിടെ അങ്ങനെ ഒരു അവസരം നമ്മൾക്ക് കമ്പനി തരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ക്ലോസിംഗ് സെഷന് ഇനി നെക്സ്റ്റ് ഹസ്ബൻഡ് സുരേഷ് പറഞ്ഞു തരും. എല്ലാവരും ഒന്ന് ക്ഷമയോട് ഇരിക്കണം എന്നേ ഉള്ളൂ. നമസ്കാരം. പുതിയ ആൾക്കാരുണ്ടല്ലേ, 2-3 ആൾക്കാർ പുതിയ ആൾക്കാരുണ്ട്. അപ്പോൾ അശ്വിനി വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചെറിയ കുറച്ച് ഡൗട്ടുകൾ ഉണ്ടാവാം അല്ലെ, ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഡൗട്ടുകൾ ഉണ്ടാവാം. എനിക്കും ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് നിങ്ങളെ പോലെ തന്നെ ഞാനും അശ്വിനും ഒക്കെ വൈഫും അതുപോലത്തെ ഇവിടുത്തെ പഴയ ആൾക്കാർ കുറെ ആൾക്കാരുണ്ട്. എല്ലാവരും ഇത് പ്രസന്റേഷൻ കേട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇതിന് സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് ബിസിനസ് ആയിട്ട് പിന്നെ തിരഞ്ഞെടുത്തത്. നിങ്ങൾക്ക് ഫസ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അതിനുശേഷം ഞാൻ കുറച്ച് സംസാരിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ അതിന്റെ പിന്നെ ഭാഗമായിട്ട് സംസാരിക്കാമല്ലോ. എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് അങ്ങോട്ട് സംസാരിക്കാമല്ലോ. അൺമ്യൂട്ട് ചെയ്യാട്ടോ, അൺമ്യൂട്ട് ചെയ്തോളൂ. നമ്മൾ ആക്ച്വലി ആരെയാണ് ലീഡ്സ് ഉണ്ടോ? ലീഡ്സ് കണ്ടുപിടിക്കണം. ഏതാ ലീഡ്സ് കണ്ടുപിടിക്കണം, ലീഡ്സ്. ഓക്കെ. ഡൗട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? അപ്പൊ ചോദിച്ചു നമുക്ക് കാര്യങ്ങൾ പറഞ്ഞത്. നമുക്ക് ലീഡ്സ് കണ്ടുപിടിക്കണം, ലീഡ്സ്. ഓക്കെ. നമ്മളെങ്ങനെയാണ് ഇപ്പൊ കസ്റ്റമറെ കണ്ടുപിടിക്കുന്നത്? എങ്ങനെ ഇതിനകത്തോട്ട് എത്തിച്ചേരുന്നു? അങ്ങനെയാണല്ലേ. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി ഇതില് നമ്മുടെ നാട്ടിൽ വളരെ തെറ്റായ രീതിയിൽ ഒരു ഇതുപോലത്തെ ബിസിനസ് കുറെ ചെയ്യുന്നുണ്ട് ആൾക്കാര്. നമ്മൾക്ക് ശരിക്കും കറക്റ്റ് ആയിട്ട് ഗൈഡ് ലൈൻസ് കൊടുക്കുന്നില്ല ആൾക്കാർക്ക് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇതിൽ വളരെ വ്യക്തമായിട്ട് പിന്നെ അശ്വിനി പറഞ്ഞായിരുന്നു. ഇത് നമ്മുടെ ജസ്റ്റ് ചേഞ്ച് ദ ഷോപ്പ്. ഫസ്റ്റ് നമ്മുടെ ഈ കമ്പനി നമുക്ക് മനസ്സിലാക്കണം, ഈ കമ്പനി എങ്ങനെയുണ്ട്, പിന്നെ നല്ല പ്രൊഡക്റ്റ് ആണോ, അതിനുശേഷം മാത്രമേ നമുക്ക് മറ്റുള്ളവർ പറയാൻ പാടുള്ളൂ. ഫസ്റ്റ് നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുക. അതോടുകൂടെ അതിന് വേണ്ടിയിട്ട് ഇത്ര പൈസയുടെ കാശ് സാധനം വാങ്ങണമെന്ന് നിർബന്ധമില്ല. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഷിഫ്റ്റ് ചെയ്യാം. അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഐഡിയ എടുക്കാം. നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, പോസ്റ്റൽ പിൻ കോഡ് കൊടുക്കും. ഒരു ID SMS ആയിട്ട് നിങ്ങൾക്ക് വരും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അത് കാണാൻ പറ്റും ആപ്ലിക്കേഷനിൽ. 450 കൂടി പ്രൊഡക്റ്റ് ഉണ്ട്. ജസ്റ്റ് വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നു. അതോട് കൂടിയിട്ട് അതിനുശേഷം ഉപയോഗിച്ച് 100% ഓക്കെ ആണ്. 1000 മാസം മാത്രം നിങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്യുന്നു ബിസിനസ്. അതായത് ഒരു 1000-2000 ആൾക്കോട് ബിസിനസ് ഷെയർ ചെയ്യണമെന്നില്ല. 2-3 ആളിനോട് ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ബിസിനസ് വളരെ വലിയ വലുപ്പത്തിൽ എത്തിക്കാൻ പറ്റും. ഞാൻ എന്നെ 3-4 ആളിലൂടെ ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ബിസിനസ് ഡെവലപ്പ് പിന്നെ ചെയ്തിരുന്നത്. എന്റെ 2 ഫ്രണ്ട്, വൈഫിന്റെ 2. അതിലൂടെ ഇന്ന് ഒരുപാട് ആൾക്കാർ പിന്നെ അവിടെ ഇവിടെയൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ട്. കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിലും പിന്നെ ഒരുപാട് എനിക്ക് ഇനിയും വേണം ബിസിനസ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുറച്ച് ആൾക്കാരെ വെച്ച് നമുക്ക് ബിസിനസ് ഇൻവൈറ്റ് ചെയ്യാം. ഇതിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. എനിക്ക് കുറച്ച് പിന്നെ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു, വൈഫിനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലിയർ ആയപ്പോൾ നമ്മളൊരു സീരിയസ് ആയിട്ട് ഇതിന് എടുക്കാൻ തുടങ്ങി. നമ്മൾ ഫുഡ് സപ്ലിമെന്റ് ഉപയോഗിച്ചു. അതുകൂടാതെ മറ്റുള്ള എല്ലാ സാധനങ്ങളും കേട്ടോ, വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പിന്നെ ചായപ്പൊടി, കോഫി, ടീ, ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽ, ഓയില്, തവിടെണ്ണ, അങ്ങനെ ഹെയർ ഓയില്, ഷാംപൂ, അങ്ങനെ ഒട്ടനവധി ഐറ്റംസ് ഉണ്ട്. ജസ്റ്റ് ചേഞ്ച് ദ സ്റ്റോപ്പ്. ഇതെങ്കിൽ ലീഡിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ലീഡ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ലീഡ്. ഇപ്പൊ ഇവിടെ നേരത്തെ സംസാരിച്ച സീന മേഡം, അവരും ഈ ബിസിനസ്സിൽ 6 മാസം മുമ്പ് വന്നതാണ്. അവരെ എക്സ്പീരിയൻസിലൂടെ ലീഡ് ചെയ്ത്. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത സീന മേഡം, അവരുടെ ലൈഫിൽ ഫുള്ള് ചേഞ്ചസ് ഇവിടുന്ന് വന്നു. വളരെ വലിയ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഹെൽത്ത് ഇഷ്യൂ. ഇന്ന് കുറച്ച് ഫുഡ് സപ്ലിമെന്റ് ആണ് ഉപയോഗിച്ചത്, മെഡിസിൻ അല്ല. ഫുഡ് സപ്ലിമെന്റ് ഉപയോഗിച്ചപ്പോൾ സാറിന് അറിയാലോ ഫുഡ് സപ്ലിമെന്റ്. ഇപ്പോൾ വിദേശത്തൊക്കെ കാണുന്ന മിക്കവാറും ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ തന്നെ കാണുന്ന ഫുഡ് സപ്ലിമെന്റ് ആണ്, മെഡിസിൻ അല്ല. അപ്പൊ അത് ഉപയോഗിച്ചപ്പോൾ ഒരുപാട് ചേഞ്ചസ് വന്നു. അതോടെ അവർ സീരിയസ് ആയിട്ട് ബിസിനസ് ഒക്കെ കണ്ടു. ഇപ്പൊ എന്താ ചെയ്യുന്നവര്? ജസ്റ്റ് അവരെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യും, അത്രേ ഉള്ളൂ.
അതായത് അവർക്ക് ഡയറക്റ്റ് പറയുന്നതിനപ്പുറം ഈ പ്ലാറ്റ്ഫോം ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ ഇതിന് ഇൻവൈറ്റ് ചെയ്യാൻ കാരണം ഇത്രയും കോൺഫിഡൻസോടെ അവർ വീഡിയോ ഓൺ ആക്കിയിട്ട് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിൽ അവർക്കറിയാം ഇത് ഞാൻ ചെയ്യുന്ന 100% ട്രൂ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് സക്സസ് കിട്ടിയ പ്രൊഡക്റ്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് നല്ല ജെന്യൂൻ ആയിട്ട് പ്രൊഡക്റ്റ് ആണ്. കമ്പനി 421 വർഷമായി വഴക്കുള്ള കമ്പനിയാണ്, സ്വന്തമായ പ്രൊഡക്റ്റിലെ കമ്പനിയാണ്. ഒക്കെ വിശ്വാസം വന്നതിന് ശേഷമാണ് അവർ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും അത്രയും അടുത്ത് പിന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട് നമുക്ക് തീർച്ചയായും ഇൻവെസ്റ്റ് ചെയ്യാം, ആൾക്കാർ വരും. മനസ്സിലായില്ലേ? ഇത് ആൾക്കാർ പിടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഈ ഒരുപാട് പഠിക്കാനുണ്ട് ഇതിൽ. ഇങ്ങനെ ഓരോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ പഠിക്കും. പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കാം, എങ്ങനെയാണ് ഇൻകം വരുന്നത്, എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്, ഒക്കെ നമുക്ക് ഇത് പഠിക്കാൻ പറ്റും. വളരെ പഠിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. സാറിന് ഇപ്പോൾ പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള മീറ്റിംഗ് എല്ലാ ജില്ലയിലും നടക്കുന്നുണ്ട്. കാസർഗോഡ്, ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലയിലും ഫിസിക്കൽ മീറ്റിംഗ് ഇതിലെല്ലാം നടക്കുന്നുണ്ട്, ഔട്ട്ലെറ്റുകൾ. സാറ് ചോദിച്ചതിന് ചെറിയ ക്ലാസ് കോട്ടയത്തെ മിക്ക ദിവസങ്ങളിലും നടക്കുന്നുണ്ട്. കോട്ടയത്തെ മിക്ക ദിവസങ്ങളും ഒരു അച്ഛൻ നടത്തുന്നുണ്ട്. അതെ, അവിടെ നടത്തുന്നുണ്ട്, കോട്ടയത്ത് നടത്തുന്നുണ്ട്. കോട്ടയം നല്ല എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ പിന്നെ ഹെഡ് ഓഫീസിലുണ്ട്. അതൊരു പള്ളിയിലച്ഛനാണ്, അത് നടത്തുന്നത്. ഓക്കെ ഓക്കെ കോട്ടയം. ഓക്കെ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ സാർ? വേറെ ഡൗട്ട് ഉണ്ടോ സാറേ? ഇല്ല ഇല്ല. ഹലോ, സുഭാഷ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? സുഭാഷ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? ചോദിക്കാവോ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ? ആയിഷ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? നജ്ല നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ. കാരണം വെച്ചാല് എന്ത് ഡൗട്ടും ചോദിക്കാം, നമ്മൾ ക്ലാരിറ്റി ചെയ്യും. കാരണം നിങ്ങൾ ലൈഫ് ടൈം ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്, 1-2 ദിവസത്തെ അല്ല, ലൈഫ് ടൈം ചെയ്യാം. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നാളെ അറ്റൻഡ് ചെയ്തോളൂ, ഡൗട്ട് ചോദിച്ചോളൂ. മറ്റൊന്ന് ഡെയിലി നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്. നമുക്ക് സാലറി എത്ര വരെ ഏൺ ചെയ്യാൻ? സാലറി പറഞ്ഞല്ലോ, ഇപ്പോ 1,60,00,000 വാങ്ങുന്ന സിദ്ധാർത്ഥ് സിംഗ് വരെ നമ്മുടെ ബിസിനസ് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് എത്രയാണ് നമ്മുടെ ബിസിനസ് ടേൺ ഓവർ വരുന്നത് അതിനനുസരിച്ച് നമുക്ക് പിന്നെ സാലറി വരുമാനം എടുക്കാൻ പറ്റും. ഇതില് ഞാനിപ്പോ ഏകദേശം എന്താ ചെയ്യുന്നത് വെച്ചാൽ എന്റെ വീട്ടിലേക്കുള്ളതും വൈഫിന്റെ വീട്ടിലുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഓൺലൈനായിട്ട് വാങ്ങുന്നുണ്ട്. എല്ലാ മാസം വേണ്ടി വരുന്നില്ല, അത് ആവശ്യമില്ല, നിർബന്ധമൊന്നുമില്ല എല്ലാ മാസം. പക്ഷെ എല്ലാ മാസം എന്റെ ഇതിൽ വരുന്ന ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ 14-15 ലക്ഷത്തിന്റെ അടുത്തുള്ള ടേൺ ഓവർ എല്ലാ മാസം വരുന്നുണ്ട്. അതിന് 99% ബിസിനസ്സും ഇന്ത്യയിൽ തന്നെയാണ് നടക്കുന്നത്. അത് ഞങ്ങൾ ഇവിടെ പിന്നെ പ്രൊഡക്റ്റ് ഇവിടെ കയ്യിലെത്തുന്നു പോലുമില്ല, കമ്പനി ഡയറക്റ്റ് അവർക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതിലിപ്പോ ഈ ആരൊക്കെ കസ്റ്റമർ ഉണ്ട്, എത്ര ലീഡേഴ്സിന്റെ, എല്ലാവരെയും നമുക്ക് കോൺടാക്ട് ചെയ്യുന്നത്. ഇതിന് മെയിൻ ലീഡേഴ്സിനെ നമുക്കറിയാം, അവരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവർക്ക് വരുമാനം വരുന്നുണ്ട്, അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 4 വർഷത്തോളമായിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ എനിക്കിപ്പോ നാട്ടിൽ സെറ്റിൽ ആവുകയാണെങ്കിലും എന്റെ ഈ ബിസിനസ് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ആയിട്ട് എനിക്ക് നാട്ടിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇപ്പൊ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ആക്റ്റീവ് ഇൻകം കേട്ടോ. ഇന്ന് ആക്റ്റീവ് ചെയ്യുന്നവരൊക്കെ നമ്മൾ വർക്ക് ചെയ്ത് മാത്രമേ ഒരു 5-6 മാസം, ഒരു 1-2 വർഷമൊക്കെ വരുമാനം വരുള്ളൂ. പക്ഷെ അതിനുശേഷം ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം 4 വർഷമായി. ഇന്നിപ്പോ ഇനി 1-2 മാസം വർക്ക് ചെയ്തില്ലെങ്കിലും എന്റെ വരുമാനം അവിടെ ഉണ്ടാവും. കാരണം ഞാൻ നെറ്റ്വർക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ സൂമിലൂടെ ആൾക്കാർ വന്ന് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് പാസീവ് ഇൻകം തൊട്ട് മൂവ് ആയി കഴിഞ്ഞു. ഇപ്പൊ ഒരു ഷോപ്പ്, നേരത്തെ അശ്വിനി പറഞ്ഞ പോലെ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് ഒരു 8 വർഷം കഴിയാതെ ആൾക്ക് ആ മുതല് കിട്ടത്തില്ല. 8 വർഷം ആൾ വർക്ക് ചെയ്യുന്നത് വെറുതെയാണ്. കാരണം കുറച്ച് അടുത്തുള്ള കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ഇട്ട മുതല് തിരിച്ചു പിടിക്കുക, ഇതൊക്കെയാണ് 8 വർഷത്തെ പണി അദ്ദേഹത്തിന്റെ. ഒരു ഷോപ്പ് തുടങ്ങിയ ആളെ അറിയുന്നുണ്ടാവില്ല, എന്നാലും അത് തന്നെയാണ് 8 വർഷം. അത് കഴിഞ്ഞ പിന്നെ ആൾക്കാർ നല്ല ബിസിനസ്സിലോട്ട് ടേൺ ഓവർ പോകും. നമ്മുടെ ഈ ബിസിനസ്സും അങ്ങനെ തന്നെയാണ്. 1-2 വർഷം അല്ലെങ്കിൽ 5-6 മാസം കുറച്ച് സ്ട്രക്ചർ ഉണ്ടാക്കാൻ ടൈം എടുക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യും. പക്ഷെ ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട. അതിൽ നാട്ടിലെ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ റെന്റ് കൊടുക്കണം, പിന്നെ അതുപോലെ തന്നെ ആൾക്കാർക്ക് ശമ്പളം, വണ്ടി, പിന്നെ കുറെ സ്റ്റോക്ക് വെക്കണം, ഇതൊന്നും വേണ്ട. ഇവിടെ നമുക്ക് സ്റ്റോക്ക് എല്ലാ ജില്ലകളിലുള്ള സ്റ്റോക്ക് നമ്മുടെ സ്റ്റോക്ക് തന്നെയാണ്. കമ്പനി അവിടുന്ന് പിന്നെ ഓൺലൈനായിട്ട് നമുക്ക് വീട്ടിൽ എത്തിച്ചേരും, നമ്മുടെ ഡീറ്റെയിൽസ് കൊറിയർ വഴി എത്തിക്കും, അല്ലെങ്കിൽ നമുക്ക് അടുത്തുള്ള ഔട്ട്ലെറ്റ് പോയി വാങ്ങാം. DLCP മലപ്പുറത്ത് 12 ഔട്ട്ലെറ്റ് ഉണ്ട്. ബാക്കി എല്ലാ ജില്ലകളിലും 1 അല്ലെങ്കിൽ 2 പിന്നെ ഔട്ട്ലെറ്റുകളുണ്ട്. കാസർഗോഡ്, ആലപ്പുഴ ഇല്ല. പറഞ്ഞോളൂ, എല്ലാവരുടെ ഡൗട്ട് ഉണ്ട് ആർക്കെങ്കിലും? സുഭാഷ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? സുഭാഷ്, ആയിഷ ഒന്ന് എന്തെങ്കിലും ഉണ്ടോ? നജ്ല ഇതിന് ടാർഗറ്റ് ഉണ്ടോ?
ഇല്ല ഇല്ല, മേഡം എവിടെയായിരുന്നു? ആയിഷ നേരത്തെ സംസാരിച്ചിരുന്നു അല്ലേ? വയനാട്. അശ്വിന് വേണ്ടിയിട്ട് അല്ലേ? ഓക്കെ. ഇതിൽ ഒരു ടാർഗറ്റും ഇല്ല കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് വളരെ സീറോ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് മേഡം ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ അശ്വിനി ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അശ്വിനി പറയും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ, പിന്നെ പോസ്റ്റൽ പിൻകോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ID SMS ആയിട്ട് വരും. അത് ഉപയോഗിച്ച് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് KYC ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രൊഡക്റ്റ് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ വീട്ടിലെ സാധനങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അവർ DTDC കൊറിയർ വരും. ജസ്റ്റ് അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് നോക്കുക. പ്രൊഡക്റ്റ് ഓക്കെ ആണോ? കാരണം നമ്മൾ നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ, കമ്പനി ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, പ്രൊഡക്റ്റ് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ഷെയർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആൾക്കാരിലോട്ട് ഷെയർ ചെയ്യാം. ഇതിൽ നിങ്ങൾ 1000 രൂപയുടെ 2000 രൂപയുടെ ഒന്നും വാങ്ങണമെന്നില്ല. ഏറ്റവും വില കുറഞ്ഞ സാധനം എന്ന് പറയുന്നത് 44 രൂപയുടെ സോപ്പാണ്, അല്ലെങ്കിൽ 63 രൂപയുടെ പേസ്റ്റ്. അത് ഒരെണ്ണം വാങ്ങിയാൽ പോലും നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ടാണ് അവിടെ വെച്ച്. ലൈഫ് ടൈമിന് ID കട്ടാവത്തില്ല. ഓക്കെ, അത് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. സ്റ്റാർട്ട് ചെയ്യാൻ അത്ര ആവശ്യം. ഇതിനൊക്കെ ഡെലിവറി ചാർജ് ഉണ്ടാവില്ലേ? 2500 അതിന് മുകളിലോ ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഫ്രീ ഡെലിവറി ആണ്. അല്ലെങ്കിൽ എത്ര പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും 65 രൂപ ഡെലിവറി ചാർജ് ഉണ്ട്. ഓക്കെ, ഇതിൽ 2 തരത്തിൽ ഇൻകം ഉണ്ടാക്കുന്നു കേട്ടോ ഒരുപാട് ആൾക്കാർ. ഞാനിവിടെ UAE പിന്നെ സെല്ല് ചെയ്യാറില്ല. നാട്ടിലെ ആൾക്കാർ സെല്ല് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരാളെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വീട്ടിൽ പിന്നെ നല്ല കഷ്ടപ്പാടായിരുന്നു. എന്താ പറയുക, വരുമാനത്തിന് ഒരു വഴിയില്ലായിരുന്നു. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാര്യം മനസ്സിലായപ്പോൾ അവർ സെല്ലിങ് ചെയ്തു. അതുപോലെ കുറച്ച് ആൾക്കാരെ കണക്റ്റും ചെയ്തു. സെല്ല് ചെയ്യുമ്പോൾ അവർക്ക് ലാഭം കിട്ടി. പിന്നെ ആൾക്കാരെ കണക്ട് ചെയ്തപ്പോൾ അവിടെ നെറ്റ്വർക്കിംഗ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ അവർക്ക് നല്ല ലാഭം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ 50-60% ആൾക്കാരും സെല്ല് ചെയ്യുന്നില്ല. നെറ്റ്വർക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. കാരണം പാസീവ് ഇൻകത്തിന് വേണ്ടിയിട്ട്. ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം വേണമെങ്കിൽ നിങ്ങൾക്ക് സെല്ലിങ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം ഈ ഇന്നത്തെ ലോകത്ത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്നത് ബിസിനസ് എന്ന് പറഞ്ഞാൽ സെയിൽസ് ആണ്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്, അല്ലേ? നിങ്ങൾ ഏത് ഷോപ്പ് പോയാലും അവർ സെയിൽസ് അല്ലേ ചെയ്യുന്നത്. എല്ലാം ഷോപ്പിൽ നിന്ന്, എല്ലാ സാധനവും ഷോപ്പിൽ നിന്നല്ലേ കിട്ടുന്നത്. കാരണം നമ്മൾ മനസ്സിലായില്ലേ, നമ്മളിപ്പോൾ ഷോപ്പൊന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് സെല് ചെയ്യുന്നുണ്ട്. ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ കമ്പനി ഡയറക്റ്റ് നമ്മളോട് സെല് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് പിന്നെ നാട്ടിൽ തെറ്റായ രീതി ചെയ്യുന്നുണ്ട്. ആൾക്കാരൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ട് പിന്നെ വിൽക്കുന്നതിനാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അതല്ല, ഇടനിലക്കാരും പരസ്യക്കാരും ഒഴിവാക്കിക്കൊണ്ട് ആ പൈസ സേവ് ചെയ്തിട്ട് ഡയറക്റ്റ് നമ്മളോട് സെല് ചെയ്യാണ് കമ്പനി ഡയറക്റ്റ് നമുക്ക് സെല് ചെയ്യുന്നത്. ഇതാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ആഴ്ച ഇതിൽ നിങ്ങളൊന്നും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട, നിർബന്ധിത പർച്ചേസ് ഇല്ല. ഒരു മാസം പർച്ചേസ് ചെയ്തു, അടുത്ത മാസം 2 മാസം സാധനം വേണമെങ്കിൽ വാങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ എപ്പോഴും ആവശ്യമില്ല വാങ്ങിക്കോ. ID ലൈഫ് ടൈം കട്ടാവത്തില്ല. ഈ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, അത് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പൊ ഞാനിപ്പോ ഒരു പിന്നെ എഞ്ചിനീയർ ആണ്, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് നാളെ വർക്ക് ചെയ്തില്ലെങ്കിൽ ശമ്പളം ഇല്ല. ഓക്കെ, ഞാനിപ്പോ കുറച്ച് സാധനങ്ങൾ പിന്നെ വിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ പേസ്റ്റ്, സോപ്പ്, ടീ, കോഫി ഒക്കെ വിൽക്കുന്ന ഒരാളെന്ന് വെച്ചോ. അത് വിൽക്കുമ്പോൾ എനിക്ക് ലാഭം കിട്ടും. അതിനാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. വർക്ക് ചെയ്താൽ മാത്രമേ കിട്ടും. ബട്ട് പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കുറച്ച് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു ബിൽഡിംഗ് വാടക കൊടുക്കുകയാണ്, അത് പാസീവ് ഇൻകം ആണ്. കാരണം എന്താ, നമ്മൾ ഓൾറെഡി കെട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മളില്ലെങ്കിലും നമ്മുടെ മക്കൾക്കൊക്കെ വരുമാനം വന്നുകൊണ്ടേയിരിക്കും. അതാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പാസീവ് ഇൻകം ഉണ്ടാക്കാം. ഈ ആയിഷമ്മയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു, കുറച്ച് പേരിലൊക്കെ ഷെയർ ചെയ്തു എക്സ്പീരിയൻസ്. അവരെന്ത് ചെയ്തു, നിങ്ങളെ പോലെ തന്നെ വളരെ സീരിയസ് ആയിട്ട് പിന്നെ ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു. അവർ കുറച്ച് പേര് പിന്നെ ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ 1-2 വർഷം കഴിയുമ്പോഴേക്ക് ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടാവും. കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഇവരൊക്കെ ചെയ്യുന്ന ബിസിനസ് നിങ്ങളുടെ ബിസിനസ് ആണ്. കാരണം ഇവരൊക്കെ നിങ്ങളുടെ ID താഴെയാണ് ഇവരൊക്കെ ജോയിൻ ആവുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോ നിങ്ങളിപ്പോ പിന്നെ ബിസിനസ് വല്ലൊന്ന് സ്റ്റോപ്പ് ചെയ്താൽ പോലും ആ വരുമാനം വന്നുകൊണ്ടിരിക്കും. അതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എല്ലായിടത്തും കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ അവിടെ വയനാട്ടിലോട്ട് നിങ്ങൾ ഷോപ്പ് ഇട്ടു, ഒരു ടെക്സ്റ്റൈൽ ഇട്ടു എന്ന് പറഞ്ഞു. ആ ടെക്സ്റ്റൈലിലെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ അടുത്ത വട്ടത്തിൽ ആൾക്കാർ വരുന്ന നെറ്റ്വർക്കാണ്. ഇപ്പൊ എന്തായാലും ഒരു കാസർഗോഡ് 3 ഒരാൾക്ക് വാങ്ങാൻ പറ്റില്ല, അവിടെ തിരുവനന്തപുരത്ത് വാങ്ങാൻ പറ്റില്ല. നിങ്ങളുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള ഏരിയ ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ ഈ ചെയ്യുന്ന ബിസിനസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ആയിഷ മേഡം ഉള്ളത് വയനാട്ടിലാണ്. സുഹറാബി മേഡം ഉണ്ടല്ലോ, സുഹറാബി വയനാട്ടിലെ നമ്മുടെ ലീഡറാണ്. ഇല്ല ഒന്നുമില്ലേ, അവര് പിന്നെ നിങ്ങളിപ്പോ ആ ഏരിയയിലെ ആൾക്കാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ബിസിനസ് നിങ്ങൾ ജോയിൻ ആകുമ്പോൾ തിരുവനന്തപുരത്തുള്ള ആളും കാസർഗോഡുള്ള ആൾക്കും നിങ്ങൾക്ക് അവിടെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു ആയിഷ മേഡം ഉള്ളത് പിന്നെ വയനാട്ടിലാണ്, ഞാനും അച്ഛനും ഉള്ളത് ഇവിടെ ദുബായിലാണ്. ഞങ്ങളിപ്പോൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ അസോസിയേറ്റ് നിങ്ങൾ അവിടെ ബിസിനസ് ചെയ്യുമ്പോൾ എന്റെ ബിസിനസ് വയനാട്ടിലെത്തി. നിങ്ങൾ എന്ത് ചെയ്യും, ആയിഷ മേഡത്തിന് ആരോ പരിചയമുള്ള ആള് ദുബായിലുണ്ട്. ദുബായിലെ ആളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ദുബായിൽ നിങ്ങൾ ബിസിനസ് എത്തി. അവരിവിടെ എന്തെങ്കിലും ഒരു സോപ്പ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റ് കിട്ടി. ഇതാണ് ഇപ്പൊ ഞാൻ എന്റെ 2 ഫ്രണ്ടിനെയും വൈഫിനും 2 ഫ്രണ്ടിനെയും ഞങ്ങൾ 4 വർഷം മുമ്പ് ഇൻവൈറ്റ് ചെയ്തിരുന്നു. അതിലൂടെ വന്ന ബിസിനസ് ആണ്. ഇപ്പൊ 5200 കൂടുതൽ ആൾക്കാർ നമ്മുടെ അസോസിയേറ്റ് ആയിട്ടുണ്ട്. എനിക്കറിയില്ല ആരൊക്കെയാന്നുള്ളത്.
അതേപോലെ സീരിയസ് ആയി വന്നവരൊക്കെ ഇതേപോലെ ചെയ്യുന്നുണ്ട് ഇപ്പൊ. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള മീറ്റിംഗിൽ ആൾക്കാരെ ഒന്ന് കണക്ട് ചെയ്യുന്നു. ഇതിപ്പോ 10-12 ആളേ ഉള്ളൂ. നമ്മുടെ മെയിൻ മീറ്റിങ്ങിലൊക്കെ പിന്നെ 300, 400, 500 ആൾക്കാരൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഒന്നും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണ്ട, ഇതിൽ ആർക്കും കാശ് കൊടുക്കണ്ട, നിങ്ങൾ ആർക്കും കാശ് വാങ്ങണ്ട, ഇത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണ്ട. നാട്ടിൽ ഇതൊരു ബിസിനസ് കണ്ടിരിക്കാം, 10,000 രൂപയുടെ മിനിമം പർച്ചേസ് ചെയ്ത് പറയും. അതുപോലെ തന്നെ എന്നിട്ട് 2 ആൾക്കാരെ ചേർക്കാൻ പറയും നിർബന്ധമായിട്ട്, എന്നാൽ മാത്രമേ കാശ് കിട്ടുള്ളൂ. പിന്നെ അവരെ നിങ്ങൾ എങ്ങനെയും കഷ്ടപ്പെട്ട് ചേർത്ത് കഴിഞ്ഞാൽ ചില ബന്ധുക്കളായിരിക്കാം, നാട്ടുകാരായിരിക്കാം, ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല, ഒരു ഹൗസ് വാമിങ്ങിന് പോകാൻ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയായിരിക്കും അല്ലെ? പക്ഷെ ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പേടിയും വേണ്ട. ഓക്കെ, നിങ്ങളൊരു അടുത്ത ക്ലോസ് ഫ്രണ്ടിനെ ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്തു, അവരെന്ത് ചെയ്തു? സോപ്പും പേസ്റ്റ് ഒക്കെ ഉപയോഗിച്ചു, 5-6 മാസം ഉപയോഗിച്ചു, അവർ ബിസിനസ് ചെയ്യുന്നില്ലായിരിക്കാം, കസ്റ്റമർ ആയി നിന്നു. ഓക്കെ, അവര് ബിസിനസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, കസ്റ്റമർ ആയി നിന്നോട്ടെ, എന്തെങ്കിലും നഷ്ടമുണ്ടോ അവർക്ക്? ജസ്റ്റ് മറ്റു ഷോപ്പിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അവർ നിങ്ങളെ ചീത്ത പിടിക്കലോ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് ഈ ബിസിനസ് ധൈര്യമായിട്ട് ഐഡിയ എടുത്ത് സ്റ്റാർട്ട് ചെയ്തോളൂ. ഒരു ഇഷ്യൂ ഇവിടെ വരാൻ ചാൻസ് ഇല്ല. ഇത് പിന്നെ 21 വർഷമായ കമ്പനിയാണ്. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് 25% ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാനുള്ള പോളിസി ഉണ്ട്, അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അത്രയും ഗ്യാരണ്ടീഡ് പ്രൊഡക്റ്റ് ആണ്, ആരും റിട്ടേൺ ചെയ്യൂല ഒരിക്കലും. ഓക്കെ, ആരെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? അടുത്ത ആൾക്കാർ പറയാമോ ഒന്ന്? സുഭാഷ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആ, ഹലോ, പ്രസന്റ് ഒന്നുമില്ല ഡോക്ടർ. ഇല്ല. ഓക്കെ 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 ഒന്ന് അശ്വിനെ കോൺടാക്ട് ചെയ്യാം. അശ്വിന് കാര്യങ്ങൾ പറഞ്ഞു തരും കേട്ടോ, ഐഡിയ എടുക്കേണ്ട ഡീറ്റെയിൽസ് ഒക്കെ. ഒരുപാട് എന്നെ 2-3 മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഡൗട്ടുകൾ വരും, മറ്റുള്ളവർ ഡൗട്ട് ചോദിക്കുന്നത് കേൾക്കാം. കാരണം നിങ്ങൾ ആരെങ്കിലും ഇതുപോലത്തെ മീറ്റിംഗ് വരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരും ഇതുവരെ സംസാരിക്കാൻ അവസരം തരില്ല. കാരണം അവര് പറയുന്നത് നിങ്ങൾ കേൾക്കണം. കാരണം അവരത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. അവർ ഇൻകം പ്ലാനിനായിക്കോട്ടെ, പ്രൊഡക്റ്റിനായിക്കോട്ടെ, അവർ വർക്കിംഗ് പ്ലാനിന് ക്ലാരിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ സംസാരിക്കാതെ തരാത്തത്. ഇവിടെ നമ്മൾ ഇതുവരെ മ്യൂട്ട് ചെയ്തിട്ടില്ല, എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 4 വർഷമായിട്ട് നമ്മൾ തന്നെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഏത് സമയത്തും എല്ലാവരും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ടില്ലേ, നമ്മുടെ അതേ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യാം. ഒന്നും പേടിക്കാനില്ല. ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല, ആർക്ക് കാശ് കൊടുക്കേണ്ട ആവശ്യമാണില്ല. ഒരു ആസ് എ സൈഡ് ബിസിനസ് ആയിട്ട് ഇരുന്നോട്ടെ, നല്ല പതിയെ. ഇപ്പൊ എന്റെ വൈഫാണെങ്കിൽ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യായിരുന്നു ദുബായിൽ. പക്ഷെ ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ ഫുൾ ടൈം ആയിട്ട് ഇതോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നുണ്ട്, എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. നിങ്ങൾ പറ്റുമെങ്കിൽ ഫാമിലി ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ ഹസ്ബൻഡ് ആണ് ഇപ്പൊ അറ്റൻഡ് ചെയ്തെങ്കിൽ ഭാര്യയാണ് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തെങ്കിൽ ഹസ്ബൻഡുമായിട്ട് സംസാരിച്ച് കൂടെ ഇരുന്ന് രണ്ടുപേരും ഒന്നിച്ച് ചെയ്യുക. കാരണം കുടുംബത്തിലെ ഇപ്പൊ അശ്വിൻ നേരത്തെ പറഞ്ഞിരുന്നു, പിന്നെ ഇതിൽ ഭരതേട്ടൻ മക്കളും മരുമക്കളും ഒക്കെ ഇതിലുണ്ട്. 7 ലക്ഷം 8 ലക്ഷം 1 ലക്ഷം ഒക്കെ വാങ്ങുന്ന ആൾക്കാർ തൃശ്ശൂരാണ്. അവർക്ക് തൃശ്ശൂർ ചാലക്കുടിയിൽ അവർ ഔട്ട്ലെറ്റും ഉണ്ട് വെസ്റ്റേജിന്റെ. മനസ്സിലായില്ലേ? അവിടെ പോയി അവരെ കാണാനും പറ്റും. ഓക്കെ, അപ്പൊ അത്രയ്ക്കും ബ്യൂട്ടിയുള്ള ബിസിനസ് ആണ്, ഫാമിലി ആയിട്ടില്ല ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇതിൽ ആരെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല. കാരണം ഇതിലിപ്പോ ആർക്കും കാശ് വാണില്ലല്ലോ, ആരുടെ ഇൻവെസ്റ്റ്മെന്റ് നിർബന്ധിത പർച്ചേസ് ഒന്നുമില്ല. തീർച്ചയായിട്ടും വളരെ ഫ്ലോ ആയിട്ട് നിങ്ങളെ വീട്ടിൽ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാം. ആയിഷ മാഡം കുറച്ച് ഡൗട്ട് ചോദിച്ചായിരുന്നു, ഇനിയും ഉണ്ടെങ്കിൽ ഇനിയും ചോദിച്ചോളൂ, ക്ലിയർ ആക്കി തരാം 100%. നജ്ല ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ മാഡം? നജ്ല, നിങ്ങൾ പേര് നേരത്തെ പറഞ്ഞിരുന്നു, പേര് നജ്ല ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? പേരെന്തായിരുന്നു പറഞ്ഞ നേരത്തെ? നിജില. നിജില. ഓക്കെ ഓക്കെ ഓക്കെ. അതേ ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഒന്ന് അശ്വിനി ഇൻവൈറ്റ് ചെയ്തേ. അതെ, ഒന്ന് കോൺടാക്ട് ചെയ്യണം അശ്വിനി, ഹായ് ആക്കിയിട്ട് സംസാരിക്കണേ. ഐഡിയ എടുക്കാൻ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. ഓക്കെ, പറ്റുന്ന മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് പിന്നെ മറ്റുള്ള സമയങ്ങളൊന്നും കളയണ്ട. നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലോ വീട്ടിലെ കാര്യങ്ങളോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ടൈം ഉപയോഗിച്ചാൽ മതി. നമ്മുടെ മിക്ക ഞാനൊക്കെ എന്നെ സംബന്ധിച്ചോളം ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ടൈം കളയുന്ന വ്യക്തിയായിരുന്നു. അതിന് ജസ്റ്റ് ഇതിലോട്ട് ടൈം മാറ്റി, അത്രേ ഉള്ളൂ. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഉടനെ മൊബൈൽ ഇരിക്കും, ഫേസ്ബുക്ക് ഇതായിരുന്നു, അതിലോട്ട് ഇങ്ങോട്ട് മാറ്റി, അത്രേ ഉള്ളൂ. നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. പറ്റുമെങ്കിൽ എത്ര ടൈം ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു അത്രയും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാം. കാശ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ടൈം മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഒരു സീരിയസ് ആയിട്ട് എടുക്കുക. നജില, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അന്ന് പ്ലാന് കേട്ടിട്ട് നജിൽ എന്തുകൊണ്ടാ വരാത്തെ? ആരെങ്കിലും പോയിട്ട് ഡിസ്കസ് ചെയ്തോ? ഇല്ല, ഫേക്കാണ് വിചാരിച്ചിട്ട്. ഫേക്ക് ആണ്, ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ഇരിക്കുവോ 2ാമത്? ഇല്ല, ഞാൻ അത് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നെ. അപ്പൊ പിന്നെയും വന്ന് നോക്കിയതാ. പിന്നെ മെസ്സേജ് കണ്ടപ്പോ അങ്ങനെ നോക്കിയതാ വന്നിട്ട്. അന്ന് നിങ്ങൾ ജോയിൻ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ 4 മാസം ആകുമ്പോ നിങ്ങൾ ഇതിൽ പഠിച്ച് ഇപ്പൊ ഇരിക്കട്ടെയായിരുന്നു. പഠിച്ച് നിങ്ങൾ ബിസിനസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് മാറട്ടെയായിരുന്നു. ടൈം പോയി. അതെ. നിങ്ങളെ കൂടെ വന്ന ആൾക്കാർക്കൊക്കെ ടീമായി.
ആ സമയത്ത് ജോയിൻ ചെയ്ത കുറെ പേര് എനിക്ക് ഇപ്പോഴും എന്റെ ടീമിൽ ഉണ്ട്. നിങ്ങള് വയനാടെന്തോ അല്ലേ സ്ഥലം? അതെ, വയനാട് ആ, വയനാട് വയനാട്. വയനാട്ടിലെ സുഹറാബിന്റെ ടീം തന്നെ ഫോം ആയിട്ടുണ്ട്. ഉം. കുഴപ്പമില്ല, സമയം ഇപ്പൊ ആയെന്ന് വിചാരിക്കുക. ഞങ്ങളിപ്പം ഇപ്പൊ ഈ ഒരു ഇതുപോലത്തെ കമ്പനീസ് നിങ്ങൾക്ക് നാട്ടിൽ നോക്കിയാൽ ആരും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനൊന്നും വിടൂല. അവര് പ്ലാൻ എടുക്കും, പോവും. നിങ്ങൾ ആർക്കും നമ്മ ഇത്രയും ഇരുന്ന് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് ആൾക്കാരിലേക്ക്. ഇന്ന് എന്റെ ടീമിൽ 5200 മെമ്പേഴ്സ് ഉണ്ട് ഈ ബിസിനസ്സിൽ. 15 ലക്ഷം 14 ലക്ഷം ടേൺ ഓവർ മന്ത്ലി വരുന്ന ലെവലിലേക്ക് ബിസിനസ് ഗ്രോ ആയി. 78,000 പെർ മന്ത് ഇൻകം എടുക്കുന്ന ലീഡർ എന്റെ ടീമിലുണ്ട്. ലേഡീസ് ഹൗസ് വൈഫായിട്ട് വർക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങാതെ ചെയ്ത ആളാണ്. ഭീമ ഫ്രം കൊല്ലം. അവള് 3 വർഷമായി വന്നു. 1.5 വർഷത്തോളം ക്ലാസ് കേട്ടിരുന്നു. 1.5 വർഷമായിട്ട് ബിസിനസ് ചെയ്തു. എന്റെ പവർഫുൾ ആയ ടീം ലീഡറാണ് അവര്. കേരളത്തിൽ വെച്ചിട്ട് തന്നെ ഒരു വീട്ടമ്മ പുറത്തിറങ്ങാതെ ആദ്യമായിട്ട് ഇത്ര ഇൻകം എടുത്തത് വെസ്റ്റീജിൽ ഞങ്ങളുടെ ടീമിലാണ്. അപ്പൊ ഇതൊന്നും നമ്മ വെറുതെ പറയല്ല, വിത്ത് പ്രൂഫ്. ഇൻകം ഒക്കെ ഞങ്ങള് ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അയച്ചു തരാം, കണ്ടു നോക്കൂ. ഓക്കെ. ഒരു പുതിയ ആളുണ്ടായിരുന്നല്ലോ, ഓപ്പോ. അൺമ്യൂട്ട് ചെയ്യാവോ? ഓപ്പോ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? ധൈര്യമായിട്ട് സംസാരിച്ചോളൂ, കുഴപ്പമില്ല. തെറ്റിപ്പാലൊന്നും കുഴപ്പമില്ല കേട്ടോ, സംസാരിച്ചോളൂ ധൈര്യമായിട്ട്. ഹലോ, ഹലോ, ആ പറഞ്ഞോളൂ. പേരെന്തായിരുന്നു? സാബിറ. എന്താ? സാബിറ. ഓക്കെ. സാബിറ. ഓക്കെ. ആരായിരുന്നു ഇൻവൈറ്റ് ചെയ്തേ? ഞാനും തോന്നുന്നു. സായിദ മേഡാണോ? സാബിറ മേഡം ഒന്ന് ആരാ ഇൻവൈറ്റ് ചെയ്ത് നോക്കാവോ? സാബിറ മേഡം നാട്ടിലെവിടെയായിരുന്നു? വയനാട്. വയനാട്ടിലല്ലേ? ഓക്കെ ഓക്കെ. ആരായിരുന്നു നിങ്ങൾ ഇതിലോട്ട് വിളിച്ചത്, ലിങ്ക് തന്ന ആള്? ഇന്ന് വന്നതല്ലേ? ഇന്ന് വന്ന അഡ്വർടൈസ്മെന്റ് അല്ലേ? അതെ അതെ. ഞാനായിരിക്കും. ആ, ഇന്നത്തത് ഞാനല്ല. വയനാടിന്റെ ടീം മുഴുവൻ എനിക്ക് വന്ന ഇതാണ്, എൻക്വയറീസ് ആയിരുന്നു. എന്താ പേര് വന്ന് സാബിറ എന്നാ? സാബിറ. ഫുള്ള് പ്ലാന് കേട്ടോ ഇപ്പോ? ഇല്ല, ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ആണോ? എനിക്കൊരു ഹായ് ഇടാമോ? അയക്കാം. ഹായ് ഇടും. ഞാൻ റെക്കോർഡ് അയച്ചു തരാം കേട്ടോ. അതൊന്ന് കേട്ടോ. ഡെയിലി ഉണ്ട്, ഓക്കെ. ഞങ്ങൾ 7:30 മണിക്ക് എല്ലാ ദിവസവും വെക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ഇട്ടാലേ എനിക്ക് മനസ്സിലാവും. കുറെ എനിക്കൊരു വന്നു, എനിക്ക് ആരെന്ന് മനസ്സിലാവില്ലേ. ഓക്കെ. പേര് പറഞ്ഞിടണേ. ആ. ഓക്കെ. ഒരു കാര്യം കൂടെ. ഒന്ന്, ചോദിച്ചോ. പിന്നെ വയനാട്ടിൽ നിങ്ങൾക്ക് ഇതിന്റെ ഔട്ട്ലെറ്റ് ഉണ്ടോ? മറ്റൊന്ന്, എപ്പോഴും ഉള്ള ഈ മീറ്റിംഗിൽ നമ്മൾ ജോയിൻ ചെയ്യണം എന്നുള്ളത് മസ്റ്റ് ആണോ? ഇതില് നമ്മൾക്ക് ട്രെയിനിങ് ആണ് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഓക്കെ. ബിസിനസ് എങ്ങനെ ചെയ്യണം, ഇതിന്റെ പ്രോഡക്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ബ്യൂട്ടി പ്രോഡക്ട്സ് ഉണ്ട്, എഗ്രി പ്രോഡക്ട്സ് ഉണ്ട്, പിന്നെ നമ്മളെ ഹെൽത്ത് പ്രോഡക്ട്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയണ്ടേ ആൾക്കാരിലേക്ക്? അപ്പൊ നമ്മൾ ക്ലാസ്സുകൾ കേൾക്കണം. അപ്പൊ അതില് ഒരു ദിവസത്തിൽ 2 നേരത്തെ ക്ലാസ് അങ്ങ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ മിനിമം അറ്റൻഡ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കസ്റ്റമറായിട്ട് മാത്രം നിൽക്കും. നിങ്ങൾക്ക് ലീഡർഷിപ്പിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ, ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ 2 നേരത്തെ രാവിലെ 6 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്. കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഓൺ ആക്കിയിട്ടിട്ട് കേൾക്കാം. കേരള ലെവലിലുള്ള വിന്നിംഗ് ടീമിന്റെ, നമ്മളെ വെസ്റ്റീജിന്റെ വിന്നിംഗ് ടീമിന്റെ ട്രെയിനിങ് ആണ് അതിൽ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു സമയത്ത് ഞങ്ങൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തിങ്കളാഴ്ച ദിവസം കേരള ലെവലിന്റെ പ്രോഡക്റ്റ് ട്രെയിനിങ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ബിസിനസ് ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളെ വീട്ടിന്റെ ആൾക്കാരെ ഒന്ന് ഹെൽത്ത് ഒക്കെ നമുക്ക് നോക്കി മുമ്പോട്ട് പോകണമെങ്കിലും നമുക്ക് പ്രോഡക്റ്റിനെ പറ്റിയിട്ട് അറിയണം. അപ്പൊ ഇതൊരു നോളജാ, വലിയൊരു നോളജാ. ഓക്കെ. കൃഷിന്റെ പ്രോഡക്റ്റിനെ പറ്റി ഞങ്ങൾക്ക് പഠിക്കാം. എല്ലാം പഠിക്കാനുള്ള അവസരമാണ് ഇവിടെ കിട്ടുന്നത്. അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആയിഷ മാഡമിന് സ്വന്തമായിട്ട് ഈ ബിസിനസ് ആൾക്കാരിലേക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മളെ സഹായം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ബിസിനസ് മുമ്പോട്ട് പോകാൻ പറ്റും. ആദ്യം നമ്മളിവിടെ ട്രെയിനിങ് കൊടുക്കും. അത് ഉപയോഗിച്ച് നിങ്ങൾ ലീഡർഷിപ്പിലേക്ക് ഞങ്ങൾ എത്തിക്കും. അതിനുശേഷം ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ കുറച്ച് പേരാണ്. ഇത് ഒരു ചെറിയ എന്റെ ഓർഗനൈസേഷനാണ്. എന്റെ ലീഡേഴ്സ് എല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഭീമ, ഷംന ടീച്ചർ, ഇന്ന് ഷംന ടീച്ചർക്ക് പ്ലാൻ എടുക്കേണ്ട ആളായിരുന്നു. അവരെല്ലാം സ്വന്തമായിട്ട് ജോബ് റിസൈൻ ചെയ്ത് ചെയ്യാണ് ഷംന ടീച്ചർ. ഞാൻ ജോബ് റിസൈൻ ചെയ്താ ചെയ്തത്. ഇതുപോലെ എന്റെ ഓർഗനൈസേഷനിൽ
കുറേ ആൾക്കാർ ഏതോ സ്വന്തമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇതിൽ പുതിയതായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്, അവർ ഡെയിലി വന്ന് ഇരുന്ന് കേൾക്കുന്നുണ്ട്. ഇങ്ങനെയാണ്. കസ്റ്റമറായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തീരുമാനിക്കുക, കസ്റ്റമറായി നിൽക്കണോ, ബിസിനസ് മുമ്പോട്ട് കൊണ്ടുവന്ന ഒരു വലിയ രീതിയിൽ കൊണ്ടുവന്ന ഒരാളാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ. പിന്നെ വയനാട്ടില് ഷോപ്പ് ഉണ്ട്. മാത്രം നമ്മൾ ആൾക്കാർക്ക് കണക്ട് ആക്കി കൊടുക്കുന്നില്ല. അവരത്ര ചെയ്യുന്ന ഒരു എന്താ കുറച്ച് നമ്മൾ നല്ല സ്പോൺസർ ചെയ്തിട്ട് ലീഡർഷിപ്പിലേക്ക് എത്തിച്ച ആൾക്കാരെ വിട്ട് കഴിഞ്ഞാൽ അവരും എല്ലാം അവർ ഉള്ളിലേക്ക് ആൾക്കാരെ വലിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വയനാട്ടിലെ ഷോപ്പിന്റെ അഡ്രസ്സ് കൊടുക്കുന്നില്ല. ഓക്കെ. അതുകൊണ്ട് മാത്രമാണ്. ബാക്കി എല്ലാ സ്ഥലത്തും കുഴപ്പമില്ല. കാരണം ഓരോരാള് അവരവരുടെ നാട്ടിൽ വെക്കുന്നുണ്ട്. കമ്പനി ഡയറക്റ്റ് വെക്കുന്നത് കൊണ്ട് ഇതുപോലെ ചില ആൾക്കാർ അവരവരുടെ ഏരിയയിൽ ചെറിയ രീതിയിൽ കൊണ്ടുവെക്കുന്ന ആളും ഉണ്ട്. അപ്പം ഈ വയനാട്ടിൽ അങ്ങനെ ഒരു ടീമാണുള്ളത്. അപ്പൊ അത് അത്ര നമുക്ക് കംഫർട്ട് അല്ല അവർക്ക് കൊടുക്കാൻ. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ഷോപ്പിന്റെ അഡ്രസ്സ് ആർക്കും ഞാൻ കൊടുക്കാറില്ല ഇപ്പൊ. നിങ്ങൾക്ക് 2 ഓപ്ഷനാണ്. ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം. ഓക്കെ. 65 രൂപ, 2500 താഴെയാണെങ്കിൽ 65 രൂപ കൊറിയർ ചാർജ്. പാലക്കാടിലത്തെ ഷോപ്പിന്റെ അഡ്രസ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് എടുക്കാം. അരക്കിലത്തിന് 42 രൂപയേ ഇല്ലൂ കൊറിയർ ചാർജ്. ഈ ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. ഇപ്പൊ കാസർഗോഡ് ജില്ലയിൽ നമ്മൾക്കും ഇല്ല. കാസർഗോഡ് ജില്ലയിൽ ഞങ്ങൾക്ക് ഔട്ട്ലെറ്റ് ഇല്ല. അപ്പൊ നമ്മൾ ഓൺലൈനാണ് എടുക്കുന്നുള്ളത്. ഇപ്പൊ ഇവിടെ ഇരുന്നു കൊണ്ട് വീട്ടിലേക്ക് ഞങ്ങൾ ഓൺലൈനാണ് ഇടുന്നുള്ളത്. അപ്പൊ അങ്ങനെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. വയനാട് മാത്രമാണ് അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത്. പറഞ്ഞോളൂ. കോട്ടയത്ത് ഔട്ട്ലെറ്റ് ഉണ്ടോ? കോട്ടയത്ത് ഔട്ട്ലെറ്റ് ഉണ്ടോ? കോട്ടയത്ത് ഉണ്ട്. കോട്ടയത്തുണ്ട്, ശാസ്ത്രി റോഡിലും ഉണ്ട്, പിന്നെ കുന്നംകുളം നടത്തുന്നുണ്ട്. 2 സ്ഥലത്തുണ്ടാ? ഓക്കെ. ആ അത് നമ്മൾക്ക് ആപ്പിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ആക്കുമ്പോൾ നമ്മളെ ബ്രാഞ്ചസ് നമുക്ക് കാണാം. അത് നമുക്ക് അവരെ നമ്പർ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ഇപ്പോൾ ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ നമ്പർ തരും. നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് വാങ്ങാം. യാതൊരു ചാർജ് ഇല്ല. ID നമ്പർ കൊടുക്കുക. നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് പോയിട്ട് പ്രോഡക്റ്റ് വാങ്ങാം. ഞങ്ങൾക്ക് കാസർഗോഡ് ജില്ലക്കാർക്ക് ഞങ്ങൾക്ക് മാംഗ്ലൂർ ഉണ്ട്, തലശ്ശേരിയിലുണ്ട്. ഞങ്ങൾ തലശ്ശേരിക്ക് ഒക്കെ വിസിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഷോപ്പൊക്കെ നോക്കാനൊക്കെ ഞങ്ങൾ പോയിരുന്നു. കാസർഗോഡ് ജില്ലയിൽ 8 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. ടൗണിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ആ ഒരു സമയത്ത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് വന്നു. അപ്പൊ അത് ബിസിനസ് അവിടെ അത്ര ക്ലച്ച് പിടിക്കാത്തതുകൊണ്ട് അത് ക്ലോസ് ആയെന്നേ ഉള്ളൂ. ഇനിയിപ്പോ നാട്ടിൽ പോയാലും ഞങ്ങൾ ഇടും. നമ്മളെ ജില്ലയിൽ നമ്മൾ സ്റ്റോക്ക് പോയിന്റ് ഞങ്ങൾ വെക്കും. അങ്ങനെ നമുക്കിപ്പോ ബിസിനസ് ഡെവലപ്പ് ആയാലും ഞങ്ങൾക്ക് സ്റ്റോക്ക് പോയിന്റ് സ്വന്തമായിട്ട് വെക്കാം. നിങ്ങൾ വന്നു, നിങ്ങളെ ഏരിയയിൽ നല്ല ബിസിനസ് നിങ്ങൾക്ക് ആ രീതിയിലൊക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. കമ്പനി തരുന്നുണ്ട്. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇത് നിങ്ങൾ ഒരു ദിവസത്തെ 2 ദിവസത്തെ ബിസിനസ്സായി കാണരുത്. ഇത് നിങ്ങളൊരു 5 to 8 ഇയറിന് ഒരു പ്രോജക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു 10 ഇയറിന് പ്രോജക്റ്റ് ആയിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ആകുമ്പോഴാണ് നിങ്ങൾ പോലും അറിയാം നിങ്ങളെ ബിസിനസ്. ഞങ്ങൾ സത്യം പറഞ്ഞു, ഞങ്ങൾ 3 ആളെ ഇൻവൈറ്റ് ചെയ്ത് ബിസിനസ് ആയത്. ഒരാൾ ഡോക്ടർ ആയിരുന്നു, ആയുർവേദ ഡോക്ടർ. പിന്നെ 2 പേര് നമ്മളെടുത്ത UAE ഫ്രണ്ട്സുമാർ. അപ്പൊ അവര് വന്നു, അവര് കേട്ടു, ഇത് എല്ലാം മനസ്സിലാക്കി. ഡോക്ടർ വളരെ സീരിയസ് ആയിട്ട് ഇത് എടുത്തു. കാരണം പേഷ്യന്റിന് നല്ല റിസൾട്ട് ആയിരുന്നു. പിന്നെ ഡോക്ടർ ടീമായി. അതുപോലെ ഈ 3 ആളിലെ സ്പ്രെഡായ ബിസിനസ് 4300 ആൾക്കാർ വരെ നോർമലി പോയി. പിന്നെ ഞങ്ങൾ ഇപ്പൊ 4 മാസമായിട്ട് ഡിജിറ്റലി സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളെ ബിസിനസ് ഇനിയും വലുതാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലും FBയിലും അതൊക്കെ ഞങ്ങൾ ചെയ്തു തുടങ്ങി. ഇപ്പൊ 5200 ആൾക്കാർ ഞങ്ങളുടെ ടീമിലുണ്ട്. അതിലൊരു 250ഓളം ലീഡേഴ്സുമാർ തന്നെ ഉണ്ട്. നമ്മൾ ലീഡേഴ്സിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ അവരാണ് ബിസിനസ് കൊണ്ടുപോകുന്നത്. എല്ലാവരും അത് അത്രേ ചെയ്യുന്നുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മളെ വീട്ടിലേക്കുള്ള ഒരു ഷോപ്പിംഗ് ചേഞ്ച് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ്. അത് നിങ്ങൾ ഇതിലേക്ക് എൻറ്റർ ചെയ്ത് മനസ്സിലാക്കാം. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വേറെ ഏത് കമ്പനി അങ്ങ് പറയും 5000, 10,000, 20,000, 30,000 പർച്ചേസ് ചെയ്യും. നിങ്ങളെ കൊണ്ട് ബൾക്ക് പർച്ചേസ് ചെയ്യിപ്പിച്ചിട്ട് അവിടെ ഇട്ടിട്ട് വിടും. അങ്ങനല്ല ഞങ്ങൾ ചെയ്യുന്നുള്ളത്. നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാണ്, നിങ്ങളെ ട്രെയിനിങ് തരാണ്. 44 രൂപ വെച്ച് നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് മുമ്പോട്ട് പോവാം. നിങ്ങൾ പോലും അറിയാതെ ഒരു ലെവലിലേക്ക് ബിസിനസ് പോവും. അതിനുള്ള ക്ഷമയാണ് വേണ്ടത്, പഠിക്കാനുള്ള മനസ്സാണ് വേണ്ടത്. എന്തെങ്കിലും നമുക്ക് ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം നാട്ടിലത്തെ കണ്ടീഷന്, എബ്രോഡുള്ള നമ്മളെ കണ്ടീഷന്. നമുക്കൊക്കെ ഇപ്പൊ നാട്ടിലേക്ക് വരാനുള്ള ഒറ്റ ഒരു ധൈര്യം നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വെസ്റ്റേജ് ആണ്. ഓക്കെ. നമുക്ക് ലോണ് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. നമ്മൾക്ക് ഈ ഇത്ര വർഷം ഞങ്ങൾ ഇതിലിട്ട എഫേർട്ട് കോവിഡ് ടൈമില് കണ്ടീഷൻ ആ ഒരു പാൻഡമിക്കില് കടന്നു പോകുമ്പോൾ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. വെറുതെ വന്നതല്ല. ആ സിറ്റുവേഷൻ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ 2.5 വർഷം.
UAE ഞാൻ കണ്ടതാ ഓരോരോ കമ്പനിയിലെ ആൾക്കാർ എങ്ങനെയാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്. വലിയൊരു കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പം ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി വന്നു. ഇപ്പൊ ഇന്ന് രണ്ടാമത്തെ വേറൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ആ സിറ്റുവേഷൻ വരുമ്പോഴും നമുക്ക് നാട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇതൊരു വലിയൊരു ധൈര്യമാണ് ഞങ്ങൾക്ക്. ഞാൻ അതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ഞാൻ ജോബ് റിസൈൻ ചെയ്തിട്ട് ഇത് വന്നത്. കാരണം നമ്മൾ ഈ ഏതോ കമ്പനിക്ക് എത്ര സർവീസ് കൊടുത്താലും ഒരു നിമിഷത്തിൽ അവര് തട്ടി മാറ്റി കളയുന്ന ഒരു അവസ്ഥയാണ് ആദ്യത്തത്. രണ്ടാമത്തത് വർഷങ്ങളോളം ഞങ്ങൾ വർക്ക് ചെയ്തതിൽ നമുക്ക് അതിലൊരു പ്രോഗ്രസ് വരുന്നില്ലെങ്കിൽ പിന്നെ തോന്നുന്നൊരു കാര്യമുണ്ട്, നമുക്ക് തന്നെ സ്വന്തമായിട്ട് എന്തും തുടങ്ങിക്കൂടെ എന്നുള്ളത്. അതിലൂടെ ഞങ്ങൾ വന്നു, നമ്മളെ ടീം ഫോം ആയി. അത്ര സ്ട്രോങ് മൈൻഡായിട്ട് നിങ്ങളും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവും. നമ്മളൊരു വേസ്റ്റ് ടൈമാണ് ഉപയോഗിക്കേണ്ടത്. എത്ര പ്രോഡക്ട്സ് ഉണ്ട് നമ്മൾക്ക്, ഏത് പ്രോഡക്റ്റ് വേണമെങ്കിൽ. നിങ്ങൾക്ക് കൃഷിയിൽ താല്പര്യമുണ്ടോ, കൃഷി ഫീൽഡ് പിടിച്ചോളൂ. നിങ്ങൾക്ക് ബ്യൂട്ടി ആ ഒരു പേഴ്സണൽ കെയറിൽ ഒരു താല്പര്യമുണ്ടോ, ആ ഒരു സെക്ടർ എടുക്കാം. ഹെൽത്തിലാണോ നിങ്ങൾക്ക് താല്പര്യം, ഹെൽത്തിന്റെ കാറ്റഗറി ഉണ്ട്. ഏത് വേണമെങ്കിൽ നമുക്ക് എടുത്തിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. ചെയ്യാനുള്ള ഒരു ഉറച്ച തീരുമാനവും സക്സസ് ആണോ എന്നുള്ള ഒരു തീരുമാനവും നമ്മൾ ഫാമിലിനെ സെക്യൂർ ആക്കണം എന്നുള്ള തീരുമാനവും ഒക്കെ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് കൊണ്ടുപോകും. അല്ലാതെ അവർ ഇട്ട് കളഞ്ഞു പോകും. ഇത് എന്തെന്ന് പോലും മനസ്സിലാക്കാത്ത നിങ്ങൾ ഇട്ട് പോകും. ഇതിൽ ഒരു വളരെ ഇതെന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സിൽ വന്നിട്ട് ഇതുവരേക്കും നമ്മൾക്ക് എല്ലാവരും ബ്ലെസ്സിങ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഓരോ ആൾക്കാർ ആരോഗ്യത്തിന്റെ പല പ്രശ്നത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്ത് അവർ മനസ്സിലാക്കി ആ ഒരു പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് പിന്നെ അവര് വരുന്നത് നമുക്ക് സുഖമായി എന്ന് പറഞ്ഞിട്ടാണ്. അത് വലിയൊരു ബ്ലെസ്സിങ്. ഇത്ര കഷ്ടത്തിലുണ്ട് അങ്ങനത്തെ കുറെ ഹൗസ് വൈഫുമാർ ഇതിലുണ്ട്. അപ്പൊ അവരൊക്കെ അവരൊരു ചെറിയൊരു ഇൻകം, എല്ലാം എഡ്യൂക്കേറ്റഡ് അങ്ങനത്തെ ആൾക്കാരാണ്. അവര് ഇതില് ഒരു നമ്മൾ പറയുന്നുണ്ട് നമ്മളൊരു കമ്പൽസറി പർച്ചേസ് ഇല്ല. ഓക്കെ. സോ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി കൊണ്ടുപോകുമ്പോ അവരെല്ലാവരും വീട്ടിലേക്ക് ഇൻകം എത്തുന്നുണ്ട്. ആ ഇൻകം എത്തുമ്പോൾ അതും നമുക്കൊരു ബ്ലെസ്സിങ്. നമുക്ക് ഒരാളെ ഡയറക്റ്റ് ആയിട്ട് ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല. ഇൻഡയറക്ട്ലി ഞങ്ങൾ കുറെ പേർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വി ഹെൽപ് ടു മെനി പീപ്പിൾ. ഇങ്ങനെ ഒരു മനസ്സുകൊണ്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ബിസിനസ് കൊണ്ടുപോകുന്ന ആളായിരിക്കും നിങ്ങൾ. ഇത് ഉറച്ച തീരുമാനമായിരിക്കണം. അത്രയേ ഉള്ളൂ. ഒരു ബ്ലെസ്ഡ് ആയ ഒരു ബിസിനസ് ആയത്. നാട്ടിലിപ്പോ ഓരോ ദിവസം പല കമ്പനികൾ വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സീന മാഡമിന്റെ യൂട്രസ് സർജറിക്ക് ഡേറ്റ് ഫിക്സ് ചെയ്ത ആള് ഇന്ന് സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് വെസ്റ്റീജിന്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട്. 6 വർഷമായിട്ട് ഞാൻ ഒരു പെയിൻ കില്ലർ നിന്ന ഒരാളായിരുന്നു IBSല്. ആ പ്രോബ്ലമിന് എനിക്ക് സൊല്യൂഷൻ ഉണ്ടായിട്ടാ. ഞാൻ അത്രക്ക് ടെൻഷൻ ആയിരുന്നു. കാരണം എനിക്ക് 3 വർഷം ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇതിലുള്ള ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് എന്റെ ആ ഒരു മെഡിസിൻ ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. വെറുതെ വന്നിട്ട് ഇരിക്കുന്നവരല്ല നമ്മളൊക്കെ അനുഭവത്തിൽ വന്നിട്ട് ഇരിക്കുന്ന ആൾക്കാർ. ഇപ്പൊ ഈ 13 ആൾക്കാർ ഉണ്ടെങ്കിൽ പുതിയതായിട്ട് വന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഇത്രേ പറയുന്ന വാക്കുകൾ ജെന്യൂൻ ആയ വാക്കാ. ഞങ്ങൾക്ക് ഒരു ഒരു എന്താ ഒരാൾക്കാരെ ഇങ്ങനെ കൊണ്ടുവന്ന് അവരെ മിസ്യൂസ് ചെയ്യണമെന്ന് ഒരു പർപ്പസ് നമുക്കില്ല. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റിയാണ് തരുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കടന്നു വരാം. അത് ഞാൻ പറഞ്ഞു, ബ്ലെസ്സിങ് ഉള്ള ആൾക്കാർ തന്നെയാണ് ഇതിലേക്ക് കടന്നു വരുന്നത്. എല്ലാവർക്കും പറ്റാറില്ല. മണി പർപ്പസ് എന്ന് പറഞ്ഞിട്ട് ഹെൽപ്പിംഗ് മൈൻഡ് ഉള്ളവർ തന്നെയാണ് നിൽക്കാൻ പറ്റുക. ഈ വെസ്റ്റേജിന്റെ ഏറ്റവും ലീഡേഴ്സിന്റെ ക്വാളിറ്റി ഞാൻ എന്നും കണ്ടിട്ടുള്ളത്, എത്ര വലിയ ലീഡേഴ്സുമാരെ ക്വാളിറ്റി, അവരെ ഏറ്റവും വലിയ 2 ക്വാളിറ്റി, ഒന്ന് ഹെൽപ്പിംഗ് മൈൻഡ്, രണ്ടാമത്തത് ക്ഷമയാണ്. ഈ ബിസിനസ് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ക്ഷമ. നിങ്ങൾ ഏത് ജോലിന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തോളൂ. പാർട്ട് ടൈം വരെ എടുത്താൽ മതി, ഫുൾ ടൈം ആയി എടുക്കണ്ട. ഫുൾ ടൈം നമുക്കൊരു 3 നമുക്ക് കിട്ടുന്ന ഇൻകമിന്റെ ഒരു 3 ഇരട്ടി ആകുമ്പോൾ നമ്മൾ ഫുൾ ടൈമിലേക്ക് നമുക്ക് വന്നാൽ മതി. ഓക്കെ. ആ ഫാമിലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഞാനോ ഹസ്ബൻഡോ നമ്മൾ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് ഇവിടെ റിസൾട്ട് വരുന്നത് എപ്പോഴും. അപ്പം ഫാമിലി ആയിട്ട് ഒന്നിച്ച് നിൽക്കുക, വിശ്വാസത്തോടെ വരിക. ബിസിനസിന്റെ നല്ല കമ്പനി, നല്ല പ്രോഡക്റ്റ്. പിന്നെ എന്താ വേണ്ടത്? പിന്നെ നിങ്ങൾക്ക് വേണ്ട ട്രെയിനിങ് ആണ്, അത് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണോ വേണ്ടിയോ നിങ്ങൾക്ക് തീരുമാനിക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം ഡിസിഷൻ എടുക്കൂ. അപ്പം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഷംന വിശ്വസിക്കുന്നു. വന്നിട്ടുണ്ട്. ശരി, ഷംന വന്നിട്ട് ജോയിൻ ആയിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിക്കണം. പുതിയ ആളാണോ? സീന അൺമ്യൂട്ട് ചെയ്തു. ഷംന ഷെരീൻ, ഒന്ന് സംസാരിക്കാമോ? ഞാൻ അൺമ്യൂട്ട് ചെയ്ത്. ഇൻവൈറ്റ് ചെയ്തതായിരുന്നു. ഓക്കെ. ഷംന ഷെരീൻ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ആ മൈക്ക് ഒന്ന് ടച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് സംസാരിക്കാം. സീന മാഡം അല്ലേ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തത്? ഹലോ. ഹലോ. നെറ്റ് പ്രോബ്ലം ആയിരിക്കാം ചിലപ്പോ. കുഴപ്പമില്ല, നമുക്ക് റെക്കോർഡ് വേണമെങ്കിൽ കൊടുക്കാം.
നാളെ അത് കൂടി ഒന്ന് താല്പര്യം ഉണ്ടെന്നാ പറഞ്ഞത്. ഞാന് മെനങ്ങാന്നേ കൊടുത്തതായിരുന്നു. അപ്പൊ ഇന്നലെ ഫോളോ നമുക്ക് അപ്പ് ഫാമിലി വന്നു. മീറ്റ് ആയിക്കൊണ്ട് കയറാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. ഇന്ന് ഞാൻ മുമ്പേ വിളിച്ചായിരുന്നു. അന്നേരം കേറാമെന്നായിരുന്നു പറഞ്ഞു. പേരുമൊക്കെ പറഞ്ഞു തന്നായിരുന്നു. അപ്പൊ ഇനി ഓക്കെ, ഞാൻ റെക്കോർഡ് സെറ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ. മ്യൂട്ടായി ഇന്ന് അശ്വിനി. ഇന്നത്തെ ഒരു സെഷൻ നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും വിഷ് യു വെൽത്ത്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു മാഡം.